2025 കഴിയുമ്പോൾ 2026-ലേക്കുള്ളൊരു കറക്റ്റ് പ്ലാനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ റിസൾട്ട് നമ്മളിലേക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് മേജറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കാണ്. 2026 എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതാണ്. എവിടേക്ക് എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഓരോ മാസവും നമ്മൾ ഏത് രീതിയിൽ കടന്നു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കടന്നുപോയ വഴികൾ, കാരണം ആദ്യമേ ജോയിൻ ചെയ്ത ആളെ സമയത്തുള്ള അവരുടെ ക്ലാസ് അവസാനിക്കുന്ന ഇതും കൂടി. അപ്പോൾ നമ്മൾ കടന്നുപോയ വഴികൾ ആരൊക്കെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ പോയ വഴികളിലൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ ഒരു മൈക്രോ നിഷ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അത് ഏറെക്കുറെ എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓരോരുത്തരൊന്ന് ശ്രദ്ധിക്കുക. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിലേക്ക് വരുന്നേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നാളെയല്ല മറ്റന്നാൾ നമ്മൾ അതിലേക്ക് വരും. ഓൾറെഡി ഇത് കഴിഞ്ഞ ആളുകൾ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിറ്റി ഇല്ലാതെ തന്നെ ക്ലിയർ ചെയ്യണം. ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നതാണ്. ദെൻ ശേഷം നമ്മൾ മൈക്രോനിസിന് ശേഷം നമ്മൾ വന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകളൊക്കെ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യമായ, അതായത് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പോകുന്ന നമ്മളുടെ ലക്ഷ്യം എന്നുള്ളൊരു ഡിജിറ്റൽ ലീഡർ എന്നുള്ളതാണ്. ആ ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് എത്തണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വെളിച്ചം കുറവുണ്ടല്ലേ? ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ഥലം മാറിയായിരുന്നുള്ളത്. ഒറ്റ മിനിറ്റ്, ഒന്ന് വെളിച്ചം കൂട്ടാൻ പറ്റും നോക്കട്ടെ. വിളിച്ചുള്ളൂ. ഓക്കെ. അപ്പം സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട്സുകൾ, അപ്പം ആദ്യം മൈക്രോനിഷ് ഫൈനലൈസേഷൻ പറഞ്ഞു. അത് ഓരോരുത്തരും ഒന്നും നോട്ട്ബുക്ക് പെൻ ഉണ്ടെങ്കിൽ ടിക്കിട്ട് പോവാ. പറയുന്ന കാര്യങ്ങൾ ടിക്കിട്ട് പോയാൽ നന്നാവും. കാരണം നമ്മൾ കവർ ചെയ്ത് പോയ കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട്സുകൾ പ്രോപ്പർ ആയിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് ആയി പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് വേണം, ഫേസ്ബുക്ക് പേജ് വേണം എന്ന് പറഞ്ഞിരുന്നു. ഫേസ്ബുക്ക് പ്രൊഫൈൽ എല്ലാവർക്കും ഒരു പക്ഷേ ഉണ്ടാവും, അതിനകത്ത് കയറി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. യൂട്യൂബിന്റെ ചാനൽ വേണം. യൂട്യൂബ് നമ്മൾ സാധാരണ കാണുന്നതിനപ്പുറത്ത് അതിനുള്ളിൽ കയറി നമുക്ക് നമ്മളെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ചാനൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ മറ്റുള്ള ഒത്തിരി ത്രെഡ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിലൊക്കെ സാവധാനം പതുക്കെ എല്ലാത്തിലും ഉള്ളത് നല്ലതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ലൈവ് ആവാൻ പോകുന്ന സമയത്ത് എല്ലാത്തിലും അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ടിക്ടോക്ക് ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ ഇന്ത്യ ബാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിൽ ഒത്തിരി ആൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ സുപ്രഭാതം നഷ്ടപ്പെട്ടു. എന്ന പോലെ ഏതെങ്കിലും ഒരെണ്ണം പെട്ടെന്ന് ഏതെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും ഇഷ്യൂ കാരണം യൂസ് ചെയ്യാൻ ഇന്ത്യ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഏതിലൊക്കെ നമുക്ക് അസറ്റ് ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അസറ്റായി മാറണം. അതുകൊണ്ട് പരമാവധി എല്ലാ പ്രൊഫൈലുകളും എല്ലാത്തിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം മേജർ ഇവിടെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ. അതുകൊണ്ടാണ് അതിനെ പറ്റി പറയുന്നത്. അപ്പം രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ പ്രോപ്പറായിട്ട് ചെയ്തു വെക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിലേക്കുള്ള കണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓരോരുത്തരുടെയും മിഷൻ എന്താണോ അത് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. നമ്മൾ എന്തിലാണോ ആയി നിൽക്കുന്നത്, നമ്മളിപ്പം എഡ്യൂക്കേഷൻ ആണ്, ഒരു കോഴ്സ് കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ ആ കോഴ്സ് എന്താണ്, ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ള കണ്ടന്റ്, അതിന്റെ ബെനിഫിറ്റുകൾ, അത് പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ആർക്കാണ് പഠിക്കേണ്ടത്, ഒത്തിരി കാര്യങ്ങൾ അത് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയത്തെ നമുക്ക് പേപ്പറിലേക്ക് എഴുതാം. അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് ആദ്യം എന്ത് പറയണം, ഒന്ന് ഹൃദയസ്പർശിയായിട്ട് എങ്ങനെയാണ് ആളുകളുടെ മൈൻഡിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ആക്കാം, ഇങ്ങനെയൊക്കെ നമുക്ക് ചാറ്റ് ജിപിടിയോട് ചോദിച്ച് അതിനെ പോളിഷ് ചെയ്തെടുത്തിട്ട് അതിനൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെ ആക്കിയിട്ട് ചാറ്റ് ജിപിടി തരും. അപ്പൊ നമ്മൾ മാക്സിമം നന്നായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് നമുക്ക് അതിനെ നല്ലൊരു പ്രോംപ്റ്റ് ആക്കി മാറ്റാം. എന്നാൽ അത് ചാറ്റ് ജിപിടി ഡയറക്റ്റ് ചോദിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അത് മെഷീൻ ഭാഷയാവും. നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ തനത് ശൈലിയിൽ
അച്ചടി ഭാഷ പറയാതെ നമ്മൾ പറയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കണ്ടന്റ് ക്രിയേഷൻ സെയിം കണ്ടന്റുകൾ തന്നെ നമുക്ക് റീൽസിൽ അതേ ഉണ്ടാക്കിയ കണ്ടന്റ് ഇൻസ്റ്റയിൽ കൊടുക്കാം, ഫേസ്ബുക്കിൽ കൊടുക്കാം, അതേപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പം കണ്ടന്റ് ക്രിയേഷന് നമുക്ക് ഏറ്റവും നമ്മൾ എന്തിലാണോ നിൽക്കുന്നത് അത് പബ്ലിക്കിന് എന്ത് പെയിൻ പോയിന്റ് ആണ് അവർ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT സഹായം ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ പോളിഷ് ചെയ്ത് അതിലേക്കുള്ള ആവശ്യമുള്ള ഹുക്ക്, ഡിസ്ക്രിപ്ഷൻസ്, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വേണ്ട ഹാഷ്ടാഗുകൾ, ഇതൊക്കെ ChatGPTയോട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഞാൻ ഇന്ന റിലേറ്റഡ് ആയ കണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഇന്ന ആളുകളാണ്, അപ്പൊ അവരിലേക്ക് എത്താൻ ഇതിനടിയിൽ ഞാൻ എന്ത് ഹാഷ്ടാഗുകൾ കൊടുക്കണമെന്ന് ChatGPT വെച്ച് ChatGPT 5-6 നല്ല റിലേറ്റഡ് ആയ ഹാഷ്ടാഗുകൾ തരും. അപ്പൊ ആ പോസ്റ്റിനടിയിലെ ഹാഷ്ടാഗുകൾ കറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അൽഗോരിതം എന്ത് ചെയ്യും, അത്തരം സെർച്ച് ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസും റീൽസും ഒക്കെ പോസ്റ്റേഴ്സും ഒക്കെ എത്തിക്കാൻ സഹായകരമാവും. അപ്പൊ അവിടെ അതിനൊക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാം, ChatGPTയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടേതായ നോളജിനെ പ്ലസ് ChatGPTയോട് ചോദിച്ച് കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ വേണ്ടി കഴിയും. കണ്ടന്റ് ക്രിയേഷൻ റിലേറ്റഡ് ആയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം മിഷൻ സ്റ്റേറ്റ്മെന്റ്, അത് എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ തോന്നുന്നു. ഒരു 18 ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് ആ 18 ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്ത ആളുകൾക്ക് നമ്മൾ എന്തിലേക്കാണോ പോകുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ട് ഉള്ള നമ്മുടെ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് കിട്ടി. ഞാൻ ഇന്നതാണ് ആവാൻ പോകുന്നത്, എൻ്റെ ലക്ഷ്യം ഇന്നതാണ്, എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ബയോ ഇന്നതാണ്, നമുക്ക് ആവശ്യമുള്ള ബയോ തരും, നമുക്ക് ആവശ്യമുള്ള ഒരു പേര് തരും, നമ്മുടെ പേരിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ നെയിമിന്റെ കൂടെ ബിസിനസ് കൺസൾട്ടന്റ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റു പല പേരുകളുമുണ്ടല്ലോ, എന്ന പോലെ നമുക്ക് നല്ലൊരു നിക് നെയിം അതിന്റെ കൂടെ നമുക്ക് തരും. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 18 ക്വസ്റ്റ്യനും അതിന്റെ പ്രോംപ്റ്റ് നമ്മൾ തന്നത്. അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിനകത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട്, അതിൽ പോയിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ക്ലാരിറ്റി വരാത്ത ആളുകൾ വീണ്ടും അത് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അവർ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും അതിനകത്ത് വേണമെങ്കിൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് യൂസ് ചെയ്യുക പെർഫെക്റ്റ് ആയിട്ട്. അത് തരുന്ന ഒരു നമ്മുടെ ഒരു പിക്ചർ ഉണ്ട്, അത് ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നന്നായി ചെയ്ത ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിനകത്തുണ്ട്, ഇനി അവരുടെ സപ്പോർട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എല്ലാവരും, ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. പ്രോംപ്റ്റ് ChatGPTക്ക് കൊടുത്താൽ ChatGPT തരുന്ന അതിന്റെ ഒരു ആൻസർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ 18 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാന്നുള്ളതല്ല, അത് എഴുതി വെച്ചുകൊണ്ട് മാത്രമായില്ല, അതിന് പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയണം. നമ്മളുടെ കറക്റ്റ് ആ മിഷൻ നമ്മൾ ChatGPTയിൽ നിന്ന് എടുക്കാൻ പറ്റണം. അപ്പം 18 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അതിനടിയിൽ നമ്മൾ ആ പ്രോംപ്റ്റ് 1ഉം 2ഉം കൊടുത്താലാണ് ആ റിസൾട്ട് കിട്ടുള്ളൂ. ആർക്കെങ്കിലും അതിനെ പറ്റിയ ഐഡിയ ഇല്ലെങ്കിൽ ചോദിക്കണം, അത് ക്ലിയർ ചെയ്യണം. ദെൻ ശേഷം നമ്മൾ 10 days വീഡിയോ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി 10 days വീഡിയോ ചലഞ്ച് ചെയ്തു. 1-2 ആളുകൾ മാത്രം അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ അറിയിച്ചത്. ബാക്കിയുള്ള ആളുകൾ അത് ചെയ്തോ ഇല്ലയോ എനിക്ക് അറിയില്ല. ചെയ്ത ആളുകൾക്ക് നല്ലതായ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതും പെർഫെക്റ്റ് ആയിട്ട് അതിൽ പറയുന്ന രീതിയിൽ ഒരു മടിയും കാണിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ 100ാമത്തെ വീഡിയോ വരുമ്പോഴേക്കും നല്ല മാറ്റം നമുക്കുണ്ടാവും. ഒത്തിരി ആൾക്ക് മാറ്റം ഉണ്ടായി ചെയ്ത ആളുകൾക്ക്. അപ്പം അതിലാരെങ്കിലും വീഴ്ച വരുത്തിയിട്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോവാം. ദെൻ മൈൻഡ് സെറ്റുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ 1, 2, 3 ക്ലാസ്സുകൾ നമ്മൾ അഖില മേഡത്തിന്റെ ക്ലാസ് എടുത്തു, ഞാൻ ഒരു ദിവസം സംസാരിച്ചു. കൂടാതെ ലാസ്റ്റ് ദിവസം റിനു മേഡം നമ്മൾ മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ട് മൈൻഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഒത്തിരി കാര്യങ്ങൾ പലപ്പോഴും ക്ലാസ്സിനിടയിലൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തൊരു വിഷയമാണ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. പല ആളുകളും പേഴ്സണലായിട്ട് എനിക്ക് അതിന്റെ റിസൾട്ട് വന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, അതുകൊണ്ട് ഒത്തിരി മാറ്റങ്ങളുണ്ട്, കുറെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതൊക്കെ ഒരു ഇതിൽ ക്ലാസ് കയറിയണോ എനിക്കറിയില്ല. ദെൻ നമ്മളുള്ള ക്ലാസ്സിൽ തന്നെ റാഹില മേഡമാണ് പറഞ്ഞത് അവരുടെ നെയ്ബേഴ്സിന് ആർക്കോ ഇടപെട്ട് അവരുടെ വിഷയത്തിൽ സംസാരിച്ചു, അവർ ഗിഫ്റ്റ് കൊടുത്തു നോക്കി. അപ്പം അങ്ങനെ പല ആളുകൾക്കും അതിന്റെ ഒരു മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിൽക്കുക, ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നിൽക്കുക നമ്മൾ പറഞ്ഞത്. 2 രീതിയിലുള്ള മൈൻഡ് സെറ്റ് ആണ്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്, ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നും ആ ഫിക്സഡ് ആയിട്ട് അങ്ങനെ കിടക്കുള്ളൂ, മാറ്റം ഉണ്ടാവില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എപ്പോഴും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും അതിൽ പോസിറ്റീവ് കാണാനും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഫിക്സഡ് മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു കാര്യം നടന്നാൽ അതിൽ നെഗറ്റീവ് മാത്രമാണ് കാണുക, പോസിറ്റീവ് കാണില്ല. ഇപ്പം ഒരു സ്റ്റോറി പറയാറുണ്ട് പറയുന്ന സമയത്ത്, 2 സുഹൃത്തുക്കള്, ഒരു സുഹൃത്തിന് തോന്നി എൻ്റെ സുഹൃത്തിനെ നന്നായിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണം. ഇപ്പൊ സർപ്രൈസിന്റെ കാലമാണല്ലോ, വിനാക സർപ്രൈസ് ആണ്. ഇതൊക്കെ വരുന്നതിന്റെ മുമ്പ് കാലത്ത് 2 സുഹൃത്തുക്കളുണ്ട്. ഒരു സുഹൃത്തിന് തോന്നി എൻ്റെ സുഹൃത്ത്
വിദേശത്തോടെ പോയിട്ട് തിരിച്ചു വരാൻ നല്ലൊരു സർപ്രൈസ് കൊടുക്കണം തോന്നിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹത്തിന്റെ നായയെ നന്നായിട്ട് നീന്താൻ പഠിപ്പിച്ചിട്ട് നന്നായിട്ട് അല്ല സോറി വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ പഠിപ്പിച്ചു. ഒരു സ്റ്റോറി ആയിട്ട് എടുത്താൽ മതി അതിനെ, ഒത്തിരി കടന്ന് ചിന്തിക്കണം. വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പഠിപ്പിച്ചു. ഒരു കുളം അല്ലെങ്കിൽ ഒരു പുഴ മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നായയെ പരിശീലിപ്പിച്ച് അങ്ങനെ നായ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ പഠിച്ചു. ഇത് തന്റെ സുഹൃത്തിനോട് പറയാതെ എന്ത് വെച്ചു, സർപ്രൈസ് ആക്കി വെച്ചു. സുഹൃത്ത് വന്ന ദിവസം ഞാനൊരു ഒരു സംഭവം കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് പുഴക്കരയെ കൊണ്ടുപോയിട്ട് ഈ നായയോട് പറയാണ് വെള്ളത്തിന് മേലെ കൂടെ നടന്നു പോവാൻ. നായ വളരെ സാഹസികമായിട്ട് കറക്റ്റായിട്ട് ആ പുഴ മുറിച്ച് കിടക്കാണ് നടന്നുകൊണ്ട്. അപ്പം നായയെ കൊണ്ട് ഇത് പഠിപ്പിച്ചവൻ ഇപ്പൊ ഈ കൂട്ടുകാരന്റെ സർപ്രൈസും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കൂട്ടുകാരൻ സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, നിന്റെ നായക്ക് നീന്താൻ അറിയൂലേന്ന്. അപ്പം അവൻ അതിന്റെ നെഗറ്റീവിലേക്ക് പോയെന്നാണ് കട സാരം. അതായത് നായ ഇത്രയും സംഭവമായിട്ട് ഒരു നായ വെള്ളത്തിന് മേലെ കൂടെ നടക്കില്ല. അങ്ങനത്തെ സമയത്ത് ഒരു നായ വെള്ളത്തിന് മേലേക്ക് നടന്നപ്പോൾ ആ നടന്നതിനെ കാണാതെ അവൻ കണ്ടത് അതിന്റെ നെഗറ്റീവാണ്. നിന്റെ നായക്ക് നീന്താൻ അറിയില്ലല്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റിലുള്ള ആളുകൾ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. എത്ര പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടാലും അതിനകത്തൊരു നെഗറ്റീവ് ചുഴിഞ്ഞെടുത്തുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, അത് ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. നമ്മൾ ഒരിക്കലും അതിലേക്ക് ഫോക്കസ്ഡ് ആവരുത്. നമ്മളെപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തുള്ള അവസരങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ ആ അവസരങ്ങളെ കാണുന്നതിന് പകരം നമ്മൾ അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് വരില്ല. ഇതാണ് മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഇപ്പൊ നമ്മൾ നിഷ് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിലാണോ നിഷ് ഫൈനലാക്കിയത് അത് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു തുടങ്ങി, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആളുകളിലേക്ക് എത്തിച്ച് അതിലൂടെ ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ആ ഇൻകം ഏൺ ചെയ്യാൻ നമ്മളൊരു പബ്ലിക് പ്രൊഫൈൽ ആവുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ പേജുകളൊക്കെ ഒന്ന് ആളുകളിലേക്ക് എത്തുന്നവരെ പെട്ടെന്ന് ഇൻകം ആവില്ല. രണ്ട് രീതിയിലുള്ള ഇൻകമാണ്. ഒന്ന് ഓർഗാനിക് ആണ്, മറ്റൊന്ന് പെയ്ഡ് ആണ്. ഓർഗാനിക് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ പേജുകളിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം ആളുകളൊക്കെ കയറിയതിനു ശേഷം നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടാലും അതിനൊക്കെ കമന്റ് വരും, അതിൽ നിന്നൊക്കെ നമുക്ക് എൻക്വയറി വരും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ഓർഗാനിക് ആവുന്നത്. അപ്പൊ നമ്മൾ പെയ്ഡ് പ്രൊമോഷന്റെ ആവശ്യം വരില്ല. ഓർഗാനിക് ആയിട്ട് ആളുകൾ നമ്മെ സമീപിച്ചു തുടങ്ങും. നമ്മളെ യുണീക്ക് പ്രൊഡക്റ്റോ സർവീസോ ആണെങ്കിൽ അതിലേക്ക് എത്തുന്നത് വരെയും നമ്മൾ കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടി, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആഡുകൾ കൊടുക്കണം. അതിൽ പ്രധാനപ്പെട്ട ആഡാണ് മെറ്റ ആഡ്സ്. മെറ്റ ആഡ്സ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ആഡ്സ് മാനേജറിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് മെറ്റ ആഡ്സ് എന്ന് പറയാം. അപ്പൊ ആ മെറ്റ ആഡ്സ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്താൻ കഴിയും. അപ്പൊ മുമ്പൊക്കെ ന്യൂസ് പേപ്പറിലുള്ള പരസ്യമായിരുന്നു അല്ലെ, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസ് പേപ്പറിലെ പരസ്യത്തിന്റെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ, ന്യൂസ് പേപ്പറിൽ വലിയ എമൗണ്ട് ആണ് പരസ്യം കൊടുക്കാൻ. അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട് പേജ് പരസ്യമൊക്കെ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ വരണമെങ്കിൽ തന്നെ ഏകദേശം 50 ലക്ഷവും 1 കോടിയൊക്കെയാണ് അവരുടെ ചാർജ് എന്ന് പറയുന്നത്. അത്ര വലിയ എമൗണ്ട് ആണ്. അപ്പൊ ഇന്ന് മനോരമ പേപ്പറിൽ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ എവിടെയെങ്കിലും ഒരു പേജ് പരസ്യം, ഒരു ഫുൾ പേജ് പരസ്യം വരണമെങ്കിൽ ചെറിയ എമൗണ്ട് 50 ലക്ഷം എബോ ആയിരിക്കും പരസ്യത്തിന് ചാർജ്. ഓൾ കേരളക്ക് വരണമെങ്കിൽ അത്രയും വലിയ എമൗണ്ട്, കോടികൾ ചെലവ് വരും. എന്നിട്ടോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള ആവശ്യക്കാരൻ അല്ലാത്തവനും ആ പരസ്യം കാണാണ്. ഇന്നത്തോടു കൂടി അത് കഴിഞ്ഞു, നാളെ അതില്ല. അതിനൊരു ലീഡ്സ് നമുക്ക് വരുന്നില്ല. അത് എത്ര ആൾ കണ്ടു നമുക്ക് അറിയുന്നില്ല, ഒരു റിസൾട്ടും ഇല്ല. അതേ സമയത്ത് നമ്മൾ അതിന്റെ 100-ൽ 1 അംശം, അതായത് നമുക്ക് 100 രൂപ മുതൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആളുകൾക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ മെറ്റ ആഡ്സ് കൊടുക്കാനും, എത്ര ആൾ കണ്ടു, എത്ര ആൾ നമ്മളുടെ ആഡ് ക്ലിക്ക് ചെയ്തു, എത്ര ആൾ നമ്മുടെ വാട്സപ്പിലേക്ക് വന്ന് എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് മെറ്റ ആഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ടും മെറ്റ ആഡ്സ് നമുക്ക് റിസൾട്ട് വരുന്നതിനനുസരിച്ച് പൈസ കൂട്ടി കൊടുക്കാം, റിസൾട്ട് കുറവാണെങ്കിൽ പൈസ കുറക്കാം. അതേ സമയത്ത് ട്രഡീഷണൽ ആഡ്സ് ചെയ്യുമ്പോൾ ഒറ്റ പൈസ കൊടുക്കൽ ഒരു ദിവസം കൊണ്ട് അത് തീരുമാനമായി, അത് വലിയ പൈസ വേണേ. മാർക്കറ്റിംഗിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മെറ്റ ആഡ്സിനെ പഠിച്ചുകൊണ്ട് അതിലേക്ക് പോവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതിലാണ് പ്രധാനമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിൽ ആഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡെപ്തിൽ പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഒത്തിരി പഠിക്കാതെ നമ്മൾ അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസയും അതുപോലെ സമയമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ ആഡ് കൊടുക്കേണ്ട രീതികൾ, അതിൽ പൈസ ഇത് ചെയ്യേണ്ട കാര്യം, അതിന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അതിലേക്ക് ഡെപ്തിലേക്ക് പോകുന്ന ആളുകൾ അതിന്റെ ഡെപ്ത് ആയിട്ട് എടുത്തിട്ട് തന്നെ പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ എല്ലാവരും ഒരു തേർഡ് പാർട്ടി ഏജൻസിനൊക്കെ സമീപിച്ചിട്ടാണ് ചെയ്തു തുടങ്ങാറ്.
പക്ഷെ നമുക്കും സ്വന്തമായിട്ട് ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് പഠിക്കാവുന്നതേ തന്നെ ഉള്ളൂ. പഠിച്ച് അതിലേക്ക് വരാൻ വേണ്ടി പറ്റും. പഠിക്കാൻ ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. പിന്നെ അതുപോലെ എന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ആഡ് നമ്മൾ റൺ ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി റൺ ആയിക്കോളും. അതുകൊണ്ട് ഒരു തവണ ചെയ്യാൻ പഠിച്ചാൽ പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 1 2 3 ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ചെയ്യാനിരിക്കുന്ന സമയത്തിൽ ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ നന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ പതുക്കെ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റ ക്ലാസ്സിലോ ഒറ്റ സിറ്റിങ്ങിലോ പഠിക്കാൻ പറ്റുന്ന സാധനമല്ല മെറ്റ ആഡ്സ് റൺ ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, അത് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് റൺ ചെയ്യുന്നതാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് റിസൾട്ട് വരില്ല. ഫേസ്ബുക്ക് പൈസ ഇങ്ങനെ ശരിക്ക് തീ കത്തുന്ന പോലെ ഇങ്ങനെ കത്തിപ്പോയിക്കൊണ്ടിരിക്കും. ഡെയിലി 1000 കൊടുത്താൽ കത്തിപ്പോകുന്ന ഒരു പണിയില്ല, നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അതേസമയത്ത് പ്രോപ്പർ ആയിട്ട് അത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനൊക്കെ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഹുക്ക് പ്രധാനപ്പെട്ടതാണ്, നമ്മൾ കൊടുക്കുന്ന കോൾ ടു ആക്ഷൻ പ്രധാനപ്പെട്ടതാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആണ്. ഇതൊക്കെ പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് റിസൾട്ട് വരുള്ളൂ. അത് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി, പൈസ കുറച്ച് ചെയ്യാൻ പറ്റുന്നതും റിയൽ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്നതുമാണ് മെറ്റ ആഡ്സ് എന്നുള്ളത്. നമ്മൾ എന്ത് നിഷിലാണോ ആയി നിൽക്കുന്നത് ആ നിഷിനെ നമ്മൾ മാക്സിമം റീൽസും പോസ്റ്റേഴ്സും കൊടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം, നമ്മൾ മെറ്റ ആഡ്സ് റൺ ചെയ്ത് തുടങ്ങണം. മെറ്റ ആഡ്സ് റൺ ചെയ്യാൻ നമുക്ക് ആഡ് റൺ ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്ക് അതിനെ കസ്റ്റമേഴ്സിലേക്ക് എത്താം. ഒന്നുകിൽ ആഡ് റൺ ചെയ്യുമ്പോൾ തന്നെ നേരിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുത്താം. അതല്ല ഇനി പ്രൊഡക്റ്റോ സർവീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളോട് സംസാരിക്കാം. അതെല്ലാം കൂടുതൽ അറിയാനുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്കൊരു വെബിനാറൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വാട്സപ്പിലേക്ക് വരുന്ന എല്ലാ ഡീറ്റെയിൽസിനോടും പറയാം അടുത്ത ഞായറാഴ്ച വെബിനാറിന് ഫ്രീ ആയിട്ട് അതിൽ പങ്കെടുത്താൽ എന്റെ പ്രൊഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, അല്ലെങ്കിൽ എന്റെ സർവീസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അങ്ങനെ വെബിനാറുകൾ കണ്ടക്ട് ചെയ്തിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല മെത്തേഡുകൾ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ഓരോരുത്തരോടായിട്ട് സംസാരിക്കണം, ഒന്നിച്ചൊരു വെബിനാറിലേക്ക് വെച്ച് സംസാരിക്കണം. അതെല്ലാം സംസാരം ഇല്ല, നേരിട്ട് അങ്ങോട്ട് സെല് ചെയ്താൽ മതി. അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ചാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുക അതിനെ ബേസ് ചെയ്ത് പിന്നെ ഒന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരും. ആദ്യം നമ്മൾ തീരുമാനിച്ചു ഓരോരുത്തരോടും സംസാരിക്കണം, പിന്നെ ഒത്തിരി എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്ന പ്രയാസവും, അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്ത് സാധനം വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് സംസാരമേ വേണ്ട, നമ്മളെ പ്രൊഡക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താൽ മതിയെങ്കിൽ നേരെ പൈസ അക്കൗണ്ടിലേക്ക് വരും. ആ അഡ്രസ്സ് നോക്കിയിട്ട് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ നേരെ പൈസ വരും, റെക്കോർഡറിന്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇതിലേക്ക് വന്ന് പതുക്കെ പതുക്കെ നമ്മൾ ആദ്യം നമ്മൾ എന്തിലായി നിൽക്കുന്നു അതിൽ നമ്മൾ വിസിബിൾ ആയി വന്നാൽ പിന്നെ സ്റ്റെപ്പായിട്ട് നമ്മൾ മൂവ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. അതിനൊരു കറക്റ്റ് ആയിട്ടൊരു ഗോള് വെച്ചുകൊണ്ട് കറക്റ്റ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തേക്ക് നമുക്ക് ഇൻകം ആക്കി മാറ്റാൻ കഴിയും. അതല്ല പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല എങ്കിൽ, ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഇതിലൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എത്ര ആളുകൾ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ചിന്തിക്കാം. പലരും ലാഗാണ്, നാളേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം, പല പല രീതിയിൽ പല എൻഗേജ്മെന്റ് ആയിക്കൊണ്ടിരിക്കാം. പക്ഷെ അതിന് റിസൾട്ട് കുറയും. റുബീന മേഡം, ഹലോ റുബീന മേഡം, മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് പതുക്കെ സ്റ്റെപ്പ് വെച്ചിട്ട് അത്തരത്തിലുള്ള ലീഡ്സ് ജനറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അതിലൂടെ നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ എന്താണോ നിഷ് ഫൈനലാക്കിയത് അതിനെ പതുക്കെ സെല്ല് ചെയ്ത് അങ്ങനെ അതിന് ആദ്യം ഒരു ടാർഗറ്റ് വെക്കുക. ദെൻ അതിന് പിന്നെ ആദ്യം ഒരു 10,000 ആണെങ്കിൽ അത് പിന്നെ 50,000, 1,00,000, അങ്ങനെ ഒരു നിശ്ചയ സമയത്തിനകത്ത് നമ്മൾ ഏൺ ചെയ്യേണ്ട ഇൻകം പ്ലാൻ ചെയ്ത് അപ്പൊ അങ്ങനെ പതുക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്ലാരിറ്റി കിട്ടും. നമ്മൾ ശരിക്കും ഒരു ഉള്ളിയുടെ ഒക്കെ മുകളിലുള്ള ആ ഒരു തൊലി കളഞ്ഞ് അതിന്റെ കറക്റ്റ് അതിന്റെ ആ ഒരു ഇതിലേക്ക് വരുന്ന പോലെ നമ്മളിതിങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ ആയി നിൽക്കുന്നതിലൊക്കെ ക്ലാരിറ്റി ആയി പതുക്കെ കുറച്ച് സമയം എടുക്കും. ഒരു ഫോർട്ട്നൈറ്റിൽ ആരും സക്സസ് പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഓൺലൈൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പഠിച്ച് വരുമ്പോഴാണ് കുറെ ഈസി ആയി വരിക. പഠിച്ചു വരുമ്പോഴൊക്കെ ഭയങ്കര ടഫായിട്ട് തോന്നും ഓരോന്നും. പക്ഷെ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈസിയായി വരും. പിന്നെ ആശയങ്ങളും ഐഡിയാസും ഒത്തിരി കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഇതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. പിന്നെ അപ്ഡേഷൻസ്, ഓട്ടോമേഷൻസ്, എല്ലാത്തിനും ഓട്ടോമേഷൻസ് ഉണ്ട്. അതിനെല്ലാം പെയ്ഡ് ആണ്. നമ്മൾക്ക് ഇൻകം വന്ന് തുടങ്ങുമ്പോൾ പതുക്കെ ഓരോന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ ഇപ്പൊ ആദ്യമൊക്കെ 5ഉം 10ഉം ഡാറ്റ നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ഒന്നുകൂടി 100 200 വെച്ച് ആഡ് റൺ ചെയ്യുന്നത്, ഒരു 500 1000 വെച്ചിട്ട് ആഡ് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ വരുന്ന ഡെയിലി വരുന്ന ഡാറ്റാസ് 100 200 300 ആയി മാറും. അപ്പൊ നമുക്ക് ഒരിക്കലും സിംഗിൾ മാനേജ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ വാട്സപ്പ് ഓട്ടോമേഷനിലേക്ക് പോകേണ്ടി വരും.
ആ വാട്സപ്പ് ഓട്ടോമേഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. നമ്മളൊന്നും അറിയണ്ട, ഒരു ലീഡ് വന്നാൽ ഓട്ടോ മെസ്സേജസ് പോകും, നമ്മുടെ വോയിസ് സെൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ വീഡിയോസ് ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കോളും. അത് ഒരു ദിവസം മാത്രമല്ല, ഫസ്റ്റ് ഒരു മെസ്സേജ്, 2 ദിവസം കഴിഞ്ഞാൽ വേറൊരു മെസ്സേജ്, 3 ദിവസം കഴിഞ്ഞാൽ വേറെ, ഇങ്ങനെ ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ റിമൈൻഡർ പോകും. ഇങ്ങനെ ഓരോന്നിനും ഓട്ടോമേഷൻസ് ഉണ്ട്. ഈവൻ ഏതുവരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ വരെ ഓട്ടോമേഷൻ ആയിട്ട്, അവർക്ക് 8 മണിയാണെങ്കിൽ 8 മണിക്ക് അവരുടെ മുന്നിൽ ലിങ്ക് ഓപ്പൺ ആവും, 8:00-ക്കാണ് കഴിയുന്നെങ്കിൽ 8:00-ക്ക് കഴിയും. ഇങ്ങനെല്ലാം നമ്മൾ പിന്നെ ഒന്നും അറിയണ്ട, വൺ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം സാവധാനം അതിലേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഇതിലേക്കൊക്കെ നമ്മളൊരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്ത് പോയാലാണ് ഇതിലേക്ക് എത്തുക. ഓക്കെ, ആ ഒരു ഹാബിറ്റിലേക്ക് മാറുമ്പോഴാണ് ഇതൊക്കെ നടക്കുള്ളൂ. നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ എന്നുള്ള സാധനം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. മോട്ടിവേഷൻ എന്നുള്ളത് നമ്മൾ ആ ഒരു സമയത്തുള്ള ഒരു എനർജി, അതല്ല. അതിനപ്പുറത്തേക്ക് സക്സസ് തരാൻ നമുക്ക് ഹാബിറ്റ് ആക്കുമ്പോഴാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനെ ഹാബിറ്റ് ആക്കി കൊടുന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ മുൻപോട്ട് പോകണം, മൂവ് ആവണം. എത്ര ആള് തുടങ്ങിയോടെ തന്നെ നിൽക്കുന്നുണ്ട്, എത്ര ആൾ എത്ര സ്റ്റെപ്പ് മൂവ് ചെയ്ത്, നമുക്ക് സെൽഫായിട്ട് ഓരോരുത്തരും ചിന്തിക്കാം, സ്വയം ഇവാലുവേറ്റ് ചെയ്യാം. തുടങ്ങിയോടെ തന്നെ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറി ചിന്തിച്ചേ പറ്റൂ. കാരണം നമ്മളുടെ സമയം എങ്ങനെ പോയിട്ടുണ്ട്. ഇനി ഒരു 2026 ജനുവരി ആകുമ്പോഴും നമ്മളൊരു മാറ്റവും ഇല്ല. 25 എങ്ങനെ കഴിഞ്ഞു, 26 അതേപോലെ കഴിയും. എന്ന് പറയുമ്പോൾ സമയം കഴിയും. അപ്പൊ നമുക്ക് ഓരോ സമയവും ഓരോ മണിക്കൂറും വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകങ്ങളാണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ പ്ലാനിൽ പോവുക. നമുക്ക് ഈ ഒരു മെറ്റ ആഡ്സ് റൺ ചെയ്തുകൊണ്ട് കസ്റ്റമറിലേക്കൊക്കെ എത്തുന്ന ലെവലിലേക്ക് മാറണമെങ്കിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റണം. പ്രൊഡക്റ്റ് നല്ല ക്ലാരിറ്റി ആക്കണം, സർവീസ് നല്ല ക്ലാരിറ്റി ആക്കണം. അത് റിലേറ്റഡ് ആയ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു 10-15 വീഡിയോസ് ഒക്കെ നന്നായിട്ട് കൊടുത്ത് ആ ഒരു പബ്ലിക് വിസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റിന് പൈസ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഫ്രീ ആയിട്ടോ അങ്ങനെ പല രീതിയിൽ ഏതാണോ ഏറ്റവും സൂട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ആ രീതിയിൽ തുടങ്ങി വെക്കാൻ വേണ്ടി പറ്റും. എൻക്വയറീസ് വന്നു തുടങ്ങും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ലൈക്സും കൂടുതൽ കമന്റുകളൊക്കെ വന്നു തുടങ്ങും. നമുക്ക് ഒരു ഐഡിയ കിട്ടും, ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്ട്രാറ്റജി ഇങ്ങനെ മാറ്റി കളിക്കേണ്ടി വരും. ഇതൊന്നും ഒരു ഒന്നിൽ തന്നെ നിൽക്കുക എന്നുള്ളതൊന്നുമല്ല, പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിന്റെ സക്സസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർത്തിപ്പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബാധകം എന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങിക്കൊണ്ടേയിരിക്കണം, പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കണം. ഒത്തിരി പൈസ ഇട്ടിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സമയം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പുതിയ പുതിയ നോളജ് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അപ്പം ഇങ്ങനെ മാർക്കറ്റിങ്ങിലേക്കൊക്കെ വരണമെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു പോകാൻ നമുക്ക് കഴിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. then അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെല്ലിംഗ് സ്കിൽ എന്നുള്ളത്. ഇനിയിപ്പം നമുക്ക് ലീഡ്സ് വന്നു, നമ്മൾ മാർക്കറ്റ് ചെയ്തു, മെറ്റ ആഡ്സ് ഒക്കെ കൊടുത്തപ്പോൾ ഒത്തിരി ലീഡ്സ് വന്നു. ഈ ലീഡ്സിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സെല്ലിംഗ് സ്കിൽ എന്ന് പറയുന്നത്. എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ പ്രശ്നം ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത നിഷ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മോഹൻദാസ്ജിയുടെ നിഷ് എന്ന് പറയുന്നത് ഒരു വീട് വെക്കുന്ന ആളുകൾക്ക് അവർക്ക് കറക്റ്റായിട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അവരുടെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാന്നുള്ളത്. അവർക്കൊരു എന്തൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, ഞാൻ സ്ട്രെസ്സിൽ ചെയ്യണോ, ഇത് ചെയ്യണോ, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകളും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ഒരാൾ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട്സ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അവരുടെ അടുത്ത് നമുക്ക് അതൊരു എൻക്വയറി ആണ്. അവരുടെ അടുത്ത് പറയാൻ പറ്റും, ഓക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ഇന്ന പോലെയാണ്, ഞാൻ അതിൽ എനിക്ക് കൺസൾട്ട് ചെയ്യാം. നിങ്ങൾ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ നഷ്ടം വരും. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു തരികയാണെങ്കിൽ ഞാൻ എനിക്ക് അവിടെ ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കി തരാം, അതിനെന്നെ കൊണ്ട് കഴിയും. അവരെ പറ്റി പഠിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് അത് ആ ഒരു കോൺഫിഡൻസിൽ പറയാൻ പറ്റണം. അപ്പൊ നമുക്ക് അവിടെ നോളജ് നന്നായിട്ട് വേണം, നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ നന്നായിട്ട് നോളജ് വേണം. അത് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റണമെങ്കിൽ അതിൽ നമുക്ക് നോളജ് ഉണ്ടെങ്കിലേ പറ്റൂ. അതിനെനിക്ക് ചാർജ് 10,000 rupees ആണ്, ഞാൻ അവിടെ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യാം, എന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ 10,000 രൂപ ചാർജ് വരും എന്ന് അങ്ങോട്ട് പറയാം. അതാണ് സെല്ലിംഗ് സ്കില്ല്. അവിടെ ഇപ്പൊ എങ്ങനെയാ അത് പറയാ എന്നുള്ള ചിന്തയല്ല, നമ്മുടെ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ ഒത്തിരി വർഷത്തെ വിയർപ്പാണ്, നമ്മുടെ ഒത്തിരി വർഷത്തെ പഠനമാണ് എന്ത് നമ്മൾ അവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഒരു എഞ്ചിനീയർ പദവിയുള്ള ഒരാൾ വരുന്ന സമയത്ത് 50,000 1 ലക്ഷം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് 10,000 20,000 നമ്മൾ വാങ്ങുമ്പോൾ അവിടെ നമ്മൾ സെല്ലിംഗ് സ്കില്ല് ചെയ്യാമെങ്കിൽ അതിന് നമുക്ക് മടി വരും. ഇതിപ്പോ എങ്ങനെയാ പറയാ, ഇത് പൈസ കൂടുമോ കുറയോ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് വരും. അവിടെ സെല്ലിംഗ് സ്കിൽ നന്നായി ഉണ്ടാക്കണം. എന്ത് വിശ്വസിക്കണം, എന്റെ പ്രൊഡക്റ്റോ സർവീസോ അത് നല്ല വാല്യൂ ഉള്ള സാധനമാണ്, അതിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ കഴിയില്ല. ആദ്യം നമ്മളിൽ നമ്മുടെ പ്രൊഡക്റ്റിലോ നമ്മുടെ സർവീസിലോ
കോൺഫിഡൻസ് നിർബന്ധമാണ്. സെല്ലിംഗ് സ്കില്ലിൽ ആദ്യം വേണ്ടത് ഞാൻ എന്താണോ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പോകുന്നത് അത് നല്ല വാല്യൂ ഉള്ള മുതലാന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആ വിശ്വാസം വരണമെങ്കിൽ നമ്മുടെ അതിന്റെ പുറകിലുള്ള എഫേർട്ടുകൾ എന്താണ്, നമ്മൾ അതിന്റെ പുറകിൽ എത്ര സമയം, ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അതിന്റെ എഫേർട്ടാണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമയം കൊടുത്ത് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അതിന് വാല്യൂ കാണും നമ്മൾ. അതിന് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത്, അതിന് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, അതൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് ഈ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആറ്റി കുറുക്കിയിട്ട് ഒരാൾക്ക് അയാളുടെ ലക്ഷ്യങ്ങൾ നഷ്ടം ആവുന്ന സമയത്ത് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് അയാൾക്ക് സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള പ്രതിഫലം നമ്മൾ വാങ്ങിക്കണമല്ലോ. ഇതൊരു സെല്ലിംഗ് സ്കില്ലാണ്. അപ്പോൾ അവിടെ കോൺഫിഡൻസ് നിർബന്ധമാണ്. കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ പലപ്പോഴും കൂടുതൽ കസ്റ്റമർ ആകർഷിക്കാൻ വേണ്ടി ചില ഓഫേഴ്സ് ഒക്കെ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ചില ഓഫേഴ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിനെ പറ്റി പഠിക്കണം. എങ്ങനെയാണ് കൂടുതൽ, ഇപ്പം 3 പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1000 രൂപക്ക് തരാം, ഒന്നിന്റെ വില 500 ആണ്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ കാണാറില്ലേ. അതൊക്കെ മനുഷ്യന് എത്ര അത് ഓഫറും അതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല എന്ന് അറിഞ്ഞാലും നമ്മൾ ഓഫർ കണ്ടാൽ അതിന്റെ പുറകെ പോകും. അതിന്റെ എക്സാമ്പിളുകളല്ലേ, ഇപ്പം ലുലു അല്ലെങ്കിൽ നെസ്റ്റോ പോലെയുള്ളതൊക്കെ രാത്രി 12 മണിക്ക് ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ടൗൺ മൊത്തം ബ്ലോക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് എത്രയോ ആളുകൾ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് എന്ത്, അത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, അത് പല രീതിയിൽ ആളുകൾ ബ്ലോഗർമാരൊക്കെ വന്ന് പറയുന്നത്. എന്നിട്ടും ഈ ഓഫർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മൊത്തം അവിടെ എത്തുന്നുണ്ട്. ഓഫർ എന്നുള്ള വേർഡ് ആളുകൾക്ക് ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ നമുക്ക് കൂടുതൽ സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പൈസ കൂട്ടിയിട്ടാണെങ്കിലും എന്നിട്ട് അതിന് കുറച്ചിട്ടാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഓഫർ ഒന്നും ഇല്ല നോർമലാ പറഞ്ഞാൽ ആൾക്കത് ഒരു ഇംപ്രഷൻ ഉണ്ടാവില്ല. അതേസമയത്ത് ഓഫർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കും. അപ്പോൾ സെല്ലിംഗ് സ്കില്ലിൽ ഓഫർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂസ് നമുക്ക് അറിയണം. നമ്മൾ കൊടുക്കുന്നപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നതിന്റെ വാല്യൂസ് ഒരു 10,000 രൂപയുടെ വാല്യൂസ് ആണെങ്കിൽ എനിക്കത് പറയും, ഇത് 10,000 രൂപ വാല്യൂ ഉള്ള സാധനമാണ്, ഞാൻ നിങ്ങൾക്ക് 5,000 രൂപക്ക് തരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വേണം. ശരിക്കും 10,000 രൂപ കൊടുത്ത് പഠിക്കേണ്ട സാധനമാണ് ഞാൻ ഈ കൊടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് കസ്റ്റമറോട് അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സെല്ലിംഗ് സ്കില്ല് വേണം. നമ്മൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാക്കി വെച്ചാൽ പോലെ അത് കറക്റ്റ് ആയിട്ട് ഒരു സ്കില്ല് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, നമുക്ക് ഒത്തിരി സ്കില്ല് വേണം. അതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് സെല്ലിംഗ് സ്കില്ല് എന്നുള്ളത്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ഈ പറയുന്ന സ്കില്ലുകൾ നമ്മൾ അതിന്റെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോകണം. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ആരും ഇന്ന് ചാറ്റ് ബോക്സിലൊന്നും വന്നിട്ടില്ല, ഒന്ന് ചാറ്റിലൊന്ന് ഓരോരുത്തരും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നോളജ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഏതൊക്കെ സ്കിൽ എന്തൊക്കെയാണെന്നോ ഒന്ന് ചാറ്റിൽ വന്നാൽ നന്നാവും. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് നിഷായിരുന്നു, 2 മാർക്കറ്റിംഗ്, സെല്ലിങ്, ഇതൊക്കെ പറഞ്ഞതായിരുന്നു. നിങ്ങൾ എന്താ ചാറ്റ് ബോക്സിൽ ഇടുക. സെല്ലിംഗ് സ്കില്ലുള്ള ആളുകൾ ആരൊക്കെ? എസ്, നോ. അതായത് സെല്ലിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് കറക്റ്റ് ആയിട്ട് ഇത്ര വില എന്ന് പറഞ്ഞിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ കോൺഫിഡൻസ് ഉള്ള ആളുകൾ ഒന്ന് യെസ് അടിക്കും, അല്ലാത്തൊരു നോ അടിക്കും. യെസ്, ഓക്കെ. ഹാരിസ്, ഓക്കെ. യെസ് യെസ്, ഓക്കെ, യെസ്. കൂടുതൽ ആളുകളും യെസ് ആണ്. സെല്ലിംഗ് സ്കിൽ ഉണ്ടല്ലേ? യെസ്. നോ ആരും കാണുന്നില്ല, എല്ലാവരും ഉഷാറാണ് പോകുന്നത്. നോ കണ്ട് വരുന്നുണ്ട്. നോ, ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. യെസ്. ഓക്കെ. എനിവേ, എന്തായാലും സെല്ലിംഗ് സ്കിൽ ഇല്ലാത്ത ആളെ ഡെവലപ്പ് ചെയ്തെടുക്കണം നിർബന്ധമായിട്ടും. ഉള്ള ആളുകൾ കൂടുതൽ അത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ്സ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഗോൾ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഗോൾ സെറ്റിംഗ്സ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. വൈ ആർ വി ഹിയർ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? എന്തിനാണ് ഗോൾ സെറ്റിംഗ്സ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. പല ആളുകളും ഫ്യൂച്ചറിനെ പറ്റി കൺഫ്യൂസ്ഡ് ആണ്. ഒരു പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്ന ആളുകളും അതുണ്ടാവാം, ഇല്ലാതിരിക്കാം. അത് കൺഫ്യൂഷൻ അതായത് തെറ്റൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ പഠിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
കൺഫ്യൂഷൻ ആണ് ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. ഒരു ഡയറക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ പലപ്പോഴും പറയും ഹാർഡ് വർക്ക് ചെയ്താലാണ് ജീവിതത്തിൽ ഭയങ്കര സക്സസ് ആവുക, ഭയങ്കര അങ്ങനെ വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, സ്ഥിരം നന്നായിട്ട് കൂലിപ്പണിക്ക് പോകുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന എത്ര ആളുകൾ, അവർക്ക് മാക്സിമം എത്രയാണ് കൂലി കിട്ടുക? 1000, 1200 മാക്സിമം ആണ് അവരുടെ കൂലി എന്ന് പറയുന്നത്. അവർക്ക് ഒരു മാസം 30 ദിവസം പണിയെടുത്താലും അന്നെ കിട്ടും. വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നതും അത് തന്നെയാണ്. ഹാർഡ് വർക്ക് ആണല്ലോ. അവർക്ക് എന്താണ് അവരെ കൊണ്ട് ഏൺ ചെയ്യാൻ കഴിയുക? ഒരു ലിമിറ്റഡ് ഏണിങ്സ് ആണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുക, വർക്ക് ഹാർഡ് ആണെങ്കിൽ. അപ്പം ഹാർഡ് വർക്ക് എന്നുള്ളതല്ല, ഹാർഡ് വർക്ക് വിത്തൗട്ട് ഡയറക്ഷൻസ് നോ റിസൾട്ട് എന്നാണ്. ഒരു പ്രോപ്പർ ഡയറക്ഷൻസ് ഇല്ലാതെ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് നാളെ ഇത്രയാവണോ, അടുത്ത മാസം ഇത്രയാവണോ എന്നുള്ളതിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിന് എന്തുണ്ടാവുക, റിസൾട്ട് ഉണ്ടാവുക. അതല്ലാതെ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു കൂലിപ്പണി ചെയ്യുന്നത് ഹാർഡ് വർക്കാണ്. പക്ഷെ അത് നമുക്ക് എന്നും അതേ പണി തന്നെയാണ്, അതൊന്നും മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, നമ്മളൊരു ഡിജിറ്റൽ ലീഡർഷിപ്പ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം സെറ്റ് ആവുന്നവരെയാണ് നമ്മൾ പതുക്കെ പതുക്കെ പോവുക. സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒരു ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. വൺസ് നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം 10,000 കിട്ടുന്നത് 1,00,000 ആവാൻ ഒരു പണിയില്ല, സെറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പൊ അതൊരു ഒരു ഗോളാണ്, ഒരു ലക്ഷ്യമാണ്. അവിടെ നമുക്കൊരു ഡയറക്ഷൻസ് ഉണ്ട്. ഞാൻ ഇത്ര സമയം കൊണ്ട് ഇന്നതുപോലെ സെറ്റ് ആവും, ശേഷം ഇന്നതുപോലെ ആവും എന്ന് പറഞ്ഞാൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത്ത മൂവിങ് വളരെ ഫാസ്റ്റ് ആയിക്കാരം. പബ്ലിക് പ്രൊഫൈൽ ആയി കഴിഞ്ഞാൽ പിന്നത്തെ മൂവിങ് വളരെ ഫാസ്റ്റ് ചെയ്യാം. പബ്ലിക് പ്രൊഫൈൽ ആവുന്ന വരെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നമുക്കൊരു ഡയറക്ഷൻസ് ഉണ്ട്. ഇതാണ് ഹാർഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹാർഡ് വർക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും സക്സസ് ആവും എന്നുള്ളതിനർത്ഥം കഠിനമായിട്ട് അധ്വാനിക്കുക എന്നുള്ളത് ഒരു നമ്മൾ സാധാരണ കാണുന്ന കൂലിപ്പണിക്കാർ ചെയ്യുന്ന പോലത്തെ അധ്വാനമല്ല ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു ഡയറക്ഷൻസ് നമുക്കുണ്ട്. ഞാൻ ഇന്ന സമയത്തിനകത്ത് ഇന്നതുപോലെ ആവണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ സമയം എത്തുമ്പോഴേക്കും നമ്മൾ അടുത്ത ലെവലിലേക്ക് മാറാനുള്ള കാപ്പബിലിറ്റി, കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലേൺ ഹൗ ടു സെറ്റ് എ ക്ലിയർ ഗോൾ. എങ്ങനെയാണ് ഒരു ക്ലിയർ ഗോൾ ഉണ്ടാക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കൊരു ക്ലിയർ ഗോൾ ഉണ്ടാക്കുക? വാട്ട് ഈസ് എ ഗോൾ എന്ന് ചോദിക്കേണ്ടത്. എന്താണ് ഒരു ഗോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഗോൾ ഇസ് എ ക്ലിയർ ഡിസിഷൻ ആണ്. ഒരു വ്യക്തമായ തീരുമാനമാണ് ഒരു ഗോൾ എന്ന് പറയുന്നത്. ഒരു സ്വപ്നമല്ല, ഒരു ആഗ്രഹമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. സ്വപ്നവും ആഗ്രഹവും ഒരിക്കലും ഗോളല്ല. സ്വപ്നം ആർക്കും കാണാം, ആഗ്രഹം എന്തും ആഗ്രഹിക്കാം നമുക്ക്. ഡോൺ വറി, നമുക്ക് പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാം, എന്തും ആഗ്രഹിക്കാം. പക്ഷെ ഗോൾ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ഡിസിഷൻ ആണ്. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. തീരുമാനവും സ്വപ്നവും രണ്ടും രണ്ടാണല്ലോ അല്ലെ, എല്ലാവർക്കും അറിയാലോ അതിനെ പറ്റിയിട്ട്. അപ്പം തീരുമാനമല്ല സ്വപ്നമല്ല ഗോൾ എന്ന് പറയുന്നത്, ഒരു ക്ലിയർ ഡിസിഷൻ ആണ്, ഒരു വ്യക്തമായ തീരുമാനമാണ്. ഞാൻ ഇന്നതാവും, ഇന്നത് ചെയ്യും എന്നുള്ള ആ അടിയുറച്ച തീരുമാനമാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും സ്വപ്നമല്ല. ഗിവ് എ ഡയറക്ഷൻ ടു ലൈഫ്. ഈ ഗോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ഡയറക്ഷൻ തരും. ഡയറക്ഷൻ എന്നാൽ ഒരു ദിശ തരും, ഒരു ദിശ നിർണ്ണയിക്കും. നമ്മൾ പറയാറില്ലേ, കപ്പൽ ദിശ നിർണ്ണയിച്ചു പോകുന്നു എന്ന് പറയാറില്ലേ? അതേപോലെ ഒരു ദിശ നിർണ്ണയിക്കുന്ന സാധനമാണ്, ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുന്ന സാധനമാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അടുത്ത മാസം 1,00,000 ഏൺ ചെയ്യും എന്ന് പറയുന്നത് ഒരു ഗോളാണ്, ഒരു ലക്ഷ്യമാണ്. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡ്രീം വേഴ്സസ് ഗോൾ എന്ന് പറയുന്നത്. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷണൽ ആണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഇമോഷണൽ ടച്ച് ആണ് സ്വപ്നം എന്ന് പറയുന്നത്. അത് നമ്മളെ വികാരങ്ങളാണ് സ്വപ്നം കാണുക എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായ വികാരം, അതായത് നമ്മൾ ഭയങ്കര പൈസക്കാരായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഡ്രീം ചെയ്ത് കാണാൻ പറ്റും. അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. ക്ലാരിറ്റി ഉണ്ടാവില്ല പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരിക്കലും ഒന്ന് കാണും, പിന്നെ വേറൊന്ന് കാണും, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഗോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്പർ 1, ഗോൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഞാൻ ഇന്ന സമയത്ത് ഇന്നതാവും, 2026 ഡിസംബർ 31 ആകുമ്പോഴേക്കും ഞാൻ മാസം ഇത്ര സ്റ്റേബിൾ ആയിട്ട് ഏൺ ചെയ്യുമെന്ന് എഴുതി വെച്ചാൽ അത് ഗോളാണ്. അതാണ് ക്ലിയർ പിക്ചർ വേണം ഗോളിനകത്ത്. മെഷറബിൾ ആവണം. എന്താ മെഷറബിൾ ആവുമെന്ന് പറഞ്ഞാല്, ഒന്ന് ക്ലാരിറ്റി വേണം, 2 മെഷറബിൾ. മെഷറബിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്ത് പറയാ എന്നുള്ളതാണ്. ഞാൻ അത്യാവശ്യം പൈസ ഉണ്ടാക്കും, 2026 എനിക്ക് അത്യാവശ്യം ഇൻകം വേണം, അത് ഗോളല്ല. ഗോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഏൺ ചെയ്യുന്ന 50,000 ആണെങ്കിൽ ഞാൻ അതിനെ 2026 1,00,000 ആക്കി മാറ്റും എന്ന് പറയുമ്പോൾ 1 lakh എന്നുള്ള എന്താണ്? മെഷറബിൾ ആണ്. ഇങ്ങനെ മെഷറബിൾ ആയിട്ട് വേണം ഗോൾ സെറ്റ് ചെയ്യാൻ. അപ്പം ക്ലാരിറ്റി വേണം കറക്റ്റ് ആയിട്ട്, ഞാൻ എന്താണ് ചെയ്യുന്നത്. മെഷറബിൾ ആവണം, എനിക്ക് എത്രയാണ് ഏൺ ചെയ്യേണ്ടത്. പ്ലസ് ടൈം ബൗണ്ട് ആവണം.
2026 ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ പോരാ. 2026 ജനുവരിയിൽ ഇന്ന പോലെ ആയിരിക്കും. സീറോയിൽ നിൽക്കുന്ന ആൾ തീരുമാനിക്കുകയാണ്, ജനുവരിയിൽ ഞാനൊരു 5,000 റുപ്പീസ് ഏൺ ചെയ്യും. ഇപ്പൊ സീറോ ആണെന്ന് കരുതാം. ഫെബ്രുവരിയിൽ ഞാൻ അതൊരു 7,000 ആക്കും. മാർച്ചിൽ ഒരു 10,000 ആക്കും. ഇത് കറക്റ്റ് മെഷറബിൾ ആണ്, ടൈം ബൗണ്ട് ആണ്, ക്ലാരിറ്റി ആണ്. ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ ഗോൾ ബുക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയറി എടുത്തുകൊണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി കഴിയും. ജനുവരിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്, ആദ്യം അതിന് പിക്ചർ വേണം. അതിലൂടെ എനിക്ക് ഇൻകം ഏൺ ചെയ്യാൻ കഴിയുമെങ്കിൽ എത്രയാണ് എനിക്ക് പറ്റുക, അതിന് പിക്ചർ വേണം. ടൈം ബൗണ്ട് ആവണം. ആ ഒരു 31-ാം തീയതിക്കുള്ളിൽ ഞാനത് ചെയ്യുമെന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മൾ പറയാറില്ലേ, കോർപ്പറേറ്റ് കമ്പനികൾ പ്രഷറാണെന്ന്. എന്താണ് ഈ പ്രഷർ? ഒരാൾ ബാക്കിൽ നിന്ന് തള്ളുകയാണ്, ഈ മാസം ഇത്ര ടേൺ ഓവർ ഉണ്ടാക്കണമെന്ന്. ആ ഒരു തള്ളിച്ച ഇല്ല എങ്കിൽ അതിന്റെ 10% പോലും ആൾ ഉണ്ടാക്കില്ല. റിലേറ്റബിൾ ആണോ? ആരെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് പറയാം. കോർപ്പറേറ്റ് ഞാൻ ഇപ്പോഴും കാണുന്ന സാധനമാണ്. ഇപ്പം ശരിക്കും നമ്മളാച്ചാൽ അത് അത്രയും പ്രഷർ കൊടുത്തിട്ട് ഇപ്പം പല സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. ടെലികോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പേരൊക്കെ വീഡിയോ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ എന്നൊക്കെ കാണാം. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കോഴ്സിലേക്ക് അഡ്മിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വെച്ച് പ്രഷർ ചെയ്യുന്നത് കാണണം. ഒരു ശമ്പളം ഇല്ല അവർക്ക്. അവര് ടാർഗറ്റ് കൊടുത്തേക്കാണ്. ടാർഗറ്റ് കൊടുത്തേക്കാണ്. എന്താ ടാർഗറ്റ്? ഇത്ര അഡ്മിഷൻ ഉണ്ടാക്കിക്കോളും ടാർഗറ്റ് കൊടുത്തേക്ക്. അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് അവരങ്ങോട്ട് പ്രഷർ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് മേലെന്ന് വിളി, താഴ്ന്ന് വിളി, അടുത്ത ഓഫീസിൽ നിന്ന് വിളി, ഇങ്ങനെ തല്ലങ്ങും വിലങ്ങും വിളിച്ചിട്ട് ചീത്ത പറഞ്ഞ പ്രഷർ. അതിന് ഞാൻ ആ പ്രഷർ ചെയ്യുന്നവരെ നെഗറ്റീവ് പറയില്ല. ആ ഒരൊറ്റ പ്രഷർ കാരണം ഈ കുട്ടികൾക്ക് ഒരു ദിവസം 10 അഡ്മിഷൻ, ആ 10 അഡ്മിഷൻ അവർ ഉണ്ടാക്കിയിട്ട് ആ സ്ഥാപനത്തിൽ ഇറങ്ങി പോകുന്നത്. അതിങ്ങനെ പറ്റുന്നേ? ആ ഒരു പ്രഷർ ഇല്ലെങ്കിൽ എനിക്ക് ഉറപ്പാ കുട്ടികൾ ഒരു അഡ്മിഷൻ പോലും ഉണ്ടാക്കില്ല. അപ്പം ഗോൾ എന്നുള്ളത് ആ മുകളിലിരിക്കുന്ന ഓഫീസേഴ്സിന് അന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തേ പറ്റൂ. അത് അച്ചീവ് ചെയ്യിക്കണമെങ്കിൽ അവരുടെ താഴെ വർക്ക് ചെയ്യുന്നവരെ പ്രഷർ ചെയ്യണം. അവരെ പണി ഏതാണ്? ആ പ്രഷറാണ്ട് കൊടുക്കുന്ന സമയത്ത് അവരില്ലാത്ത നമ്പർ ഇവിടുന്ന് കളക്ട് ചെയ്തെടുത്ത് വിളിച്ചു വരുത്തി ഒരാൾ 2, 3, 4 വിളിച്ചു അതും ഇതും പറഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ അത് അഡ്മിഷൻ ആക്കി വിടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, നമുക്കൊക്കെ ഇല്ലാതെ പോകണത് അതാണ്. നമ്മളിപ്പോ ഈ ഗോളിനെ പറ്റി കേൾക്കും, തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നടത്തേണ്ടത് നമ്മളാണ്. മേലെന്ന് ആരും ചീത്ത പറയാനില്ല, താഴ്ന്ന് ആരും ചീത്ത പറയാനില്ല. അപ്പം നമ്മൾ ഗോൾ എഴുതി വെക്കും, എന്നിട്ട് നമ്മൾ തന്നെയാണല്ലോ നോക്കേണ്ടത്. ഇല്ല ഇന്നില്ല നാളത്തെ ആയിക്കോട്ടെ, ഈസി ആയിട്ട് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാൻ പറ്റും. ആരും ചോദിക്കാനില്ല. നമ്മളോട് തന്നെ ഉത്തരം പറയണ്ടേ? അതേ സമയത്ത് നമുക്കൊരു പ്രഷർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിലോ, ഓരോ ദിവസം ചോദിക്കാൻ ഒരാളുണ്ടെങ്കിലോ, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിലേക്ക് ആ പ്രഷറിനെ പേടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പണിയെടുക്കും. അപ്പം ഉറപ്പാണ്, ഗോൾ സെറ്റ് ചെയ്ത് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ 1000 ഉണ്ടാക്കുന്നിടത്ത് 10,000 ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് വഴി കണ്ടെത്തുമെന്നത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും നമ്മൾ അതിലേക്കുള്ള വഴി കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള അവസ്ഥ വരണം. നമ്മളുടെ മുന്നിൽ ആ ഒരു അവസ്ഥ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്നെ കൊണ്ട് കഴിയില്ല, പറ്റൂല, ഇത്ര എന്നെ കൊണ്ട് പറ്റൂ, ഇന്നിപ്പം മടുപ്പായി, ഇങ്ങനെ പല റീസൺ പറഞ്ഞ് നമ്മൾ നാളത്തേക്ക് അത് മാറ്റി. ഒരു ദിവസം ഇന്ന് ചെയ്യേണ്ട ഗോൾ അച്ചീവ് ചെയ്ത് നാളേക്ക് മാറ്റിക്കാൻ നാളെ ഡബിൾ ആവുകയാണ്. ഇന്നത്തെയും കൂടി നാളത്തേക്ക് വരികയാണ്. പിന്നെ അതിനങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ആസ് യൂഷ്വൽ സാധാരണ പോകുന്ന പോലെ അങ്ങനെ പോകും. അപ്പോൾ ഗോൾ സെറ്റിങ്സ് ഒരിക്കലും അങ്ങനെയല്ല. സെറ്റ് ചെയ്ത് വെച്ച ഗോൾ ഓരോ ദിവസം അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധമായിട്ടും. ഇവിടെ പ്രശ്നം ഇതാണ്, നമ്മൾ പുഷ് ചെയ്യാൻ ഒരാളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ തന്നെ നമ്മുടെ ഗോള് വേണോ വേണ്ട തീരുമാനിക്കേണ്ട ആളും എഴുതി വെക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ അത് അച്ചീവ് ചെയ്യണ വേണ്ട തീരുമാനിക്കുന്ന ആളുകൾ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് തയ്യാറായേ പറ്റൂ. എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗോൾ പ്രിപ്പയർ ചെയ്യുക. ഒരു ദിവസം ഇത്ര ഇൻകം, അല്ലെങ്കിൽ ആരുടെ ലക്ഷ്യം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഗോൾ പറയുന്ന കാര്യം ക്ലിയർ ആവണം. വെറുതെ ഒരു അപ്രോക്സിമേറ്റ് ഒരു സ്വപ്നം പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ, ക്ലിയർ ഗോൾ ആവണം. ഞാൻ ഇന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പുസ്തകം വായിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഒരു 100 പേജുള്ള പുസ്തകമാണെങ്കിൽ ഞാൻ ഒരു ദിവസം 10 പേജ് വെച്ച് 10 ദിവസം കൊണ്ട് ആ പുസ്തകം തീർക്കും. അതൊരു ക്ലിയർ ഗോളാണ്. 10 ദിവസം എന്നുള്ളത് ടൈം ബൗണ്ട് ആണ്. ഒരു ദിവസം 10 പേജ് എന്നുള്ളത് മെഷറബിൾ ആണ്. 3 ആയി. ക്ലിയർ ആയിട്ട് എന്ത് പറഞ്ഞു? ഈ പുസ്തകം ഞാൻ വായിച്ചു തീർക്കും. 10 ദിവസം കൊണ്ട് പറയുമ്പോൾ അതവിടെ മെഷറബിൾ ആയി, ടൈം ബൗണ്ട് ആയി. മെഷറബിൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 10 പേജ് വെച്ചിട്ടാണ് ഞാൻ വായിക്കുക. അപ്പോൾ 10 പേജ് ഒരു ദിവസം വായിച്ചാൽ 10 ദിവസം കൊണ്ട് ആ പുസ്തകം വായിക്കാൻ പറ്റും. കറക്റ്റ് പ്രിപ്പയർ ആയി. പിന്നെ ഡേറ്റ് ആണ്. ഞാൻ 1-ാം തീയതി മുതൽ 10 ദിവസം വരെയാണെങ്കിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി ആ പുസ്തകം കംപ്ലീറ്റ് ആക്കിയിരിക്കും. ഓക്കെ, ഇങ്ങനെ എന്താണോ ചെയ്യുന്നത് ആ രീതിയിലുള്ള കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഗോള് സെറ്റ് ചെയ്യണം. ക്ലിയർ ആവണം, മെഷറബിൾ ആവണം, ടൈം ബൗണ്ട് ആവണം. ആ 3 പോയിന്റ് നല്ല ശ്രദ്ധിച്ചോളി. ക്ലിയർ ആവണം, മെഷറബിൾ ആവണം, ടൈം ബൗണ്ട് ആവണം. ഓക്കെ. ദെൻ എന്തുകൊണ്ടാണ് മോസ്റ്റ് പീപ്പിൾ ഫെയിലർ ആവുന്നതാണ് പറയുന്നത്. ഒന്ന്, ക്ലിയർ ഡിസിഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രോപ്പർ ഡിസിഷൻ ഇല്ല. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒന്നും പ്രോപ്പർ ആയിട്ട് തന്റെ നാളത്തെ ലൈഫിലേക്ക് അതുകൊണ്ട് എന്ത് ഗുണം എന്ന് ചിന്തിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, ഫോളോ അതേഴ്സ്. പല ആളുകളും അങ്ങനെ ആയിരിക്കും. സൊസൈറ്റി എന്താണോ ചെയ്യുന്നത് അതേപോലെ ഫോളോ ചെയ്യാം, കണ്ണടച്ച് ഫോളോ ചെയ്യാം. നമ്മളതായ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാവില്ല. സൊസൈറ്റി ചെയ്യുന്നത് അതേപോലെ എന്ത് ചെയ്യുന്നു, നമ്മളും ഫോളോ ചെയ്യുന്നു. ഇത് ഫെയിലർ ആവാൻ വലിയ സാധ്യത ഉണ്ട്. നമ്മൾ ഫെയിലർ ആയി കിടക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ സക്സസ് ആയിരിക്കും. കാരണം അവർക്ക് അവരുടേതായ ഡിസിഷൻ ഉണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ഫുള്ള് സാക്രിഫൈസ് ചെയ്യാണ്. നമുക്ക് നമ്മളുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവാം, നമ്മളുടേതായ പ്ലാനൊക്കെ ഉണ്ടാവും. അപ്പോഴായിരിക്കും ഒരാൾ വന്നിട്ട് ഇന്ന് നമുക്ക് അങ്ങോട്ട് പോവല്ലേ, നാളെ അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ പറയാം. നമ്മൾ നമ്മളുടെ എല്ലാ തീരുമാനങ്ങളും മാറ്റി വെച്ച് അവരുടെ പിന്നാലെ പോകും. എന്നാൽ അവർ അവരുടെ സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇത് റിലേറ്റബിൾ ആണ്, എനിക്ക് തോന്നുന്നുണ്ട് പല ആളുകൾക്ക് റിലേറ്റബിൾ ആവും. ഇതിനെ കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സമയവും നമ്മുടെ വിലപ്പെട്ട പൈസയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഡിസിഷൻ മേക്കിംഗ് വേണം, നമ്മുടേതായ ക്ലിയർ ഡിസിഷൻ വേണം. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് അതിന്റെ പുറകെ നമ്മുടെ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ. അതേപോലെ മറ്റൊരു കാര്യം, നോ ഡെയിലി ആക്ഷൻ. സ്ഥിരമായിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുക. ഇന്ന് ചെയ്യും, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. അത് നടക്കൂല. നമ്മുടെ വീഡിയോ ചലഞ്ചസ് ഒക്കെ പറഞ്ഞ ആദ്യത്തെ 2-3 ദിവസം നന്നായിട്ട് ചെയ്തു, പിന്നെ പതുക്കെ പതുക്കെ ഓരോരുത്തരെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പല റീസൺ പറഞ്ഞു. ഒരു ദിവസം 1 മിനിറ്റ് പോലും അതിനാവശ്യമില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ പല റീസണുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനിങ്ങനെ തെന്നി മാറി. നമ്മൾ പ്രയോറിറ്റി അതിന് കൊടുക്കാത്തതുകൊണ്ടാണ്. നമുക്കതിൽ പ്രോപ്പർ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ 100 വീഡിയോ 1 മുതൽ തെറ്റിക്കാതെ 100 ചെയ്താൽ അതിന്റെ റിസൾട്ട് വേറെ തന്നെയാണ്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും. പക്ഷെ നമ്മൾ എന്താണ്, ഡെയിലി ആക്ഷൻ എടുക്കുന്നിടത്ത് നമ്മൾ ശീലിച്ചു പോകുന്നതാണ്. നമ്മൾ മുമ്പേ അങ്ങനെ ഒരു ശീലം നമുക്കില്ല. ഡെയിലി ആക്ഷൻ നമ്മളൊരു ആവേശത്തിൽ ഒരു മോട്ടീവിൽ കുറച്ച് ചെയ്യും, ദെൻ അത് പതുക്കെ കൊണ്ട് ഇറങ്ങും. അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ, അത് ഞാൻ ആദ്യമേ അതൊക്കെ മനസ്സിലാക്കിയ ആളാണ്. അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നമുക്കറിയാം. കുറച്ച് ആളുകൾ ചെയ്യും, 10 ആളുണ്ടെങ്കിൽ ഒരാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, ബാക്കി ഒരു 4-5 ആളുകൾ കുറച്ചൊരു പകുതി ചെയ്യും, ഒരാൾ തീരെ ചെയ്യൂല. സ്വാഭാവികം. എല്ലാവരും ചെയ്താൽ എല്ലാവരും സക്സസ് ആയി കാണുന്നില്ല ലോകത്ത്, അത് കാണുന്നില്ലല്ലോ. അപ്പൊ എല്ലാവരും ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോഴും പറയുന്നത് എന്താണ്, 95% ആളുകൾ സാധാരണക്കാരും 5% ആളുകളാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ടാ 5% ആവുന്നത്? ബാക്കിയുള്ളവരൊക്കെ ഡെയിലി ആക്ഷൻസ് ഇല്ല, മടിയന്മാരാണ്, കൺസിസ്റ്റൻസി ഇല്ല, കുറെ വിട്ടുപോകും. ബാക്കിയുള്ളവർ തീരുമാനിച്ചത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്ന 5% ആളുകൾ അവർ സക്സസ് ആയിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ 5% വരണമെങ്കിൽ ഡെയിലി ആക്ഷൻസ് നിർബന്ധമാണ്. ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിപ്പെൻഡ് ഓൺ മോട്ടിവേഷൻ എന്നുള്ളത് ഫെയിലർ ആവാനുള്ള മറ്റൊരു റീസൺ ആണ്. മോട്ടിവേഷൻ ഡിപ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പോയാലോ ആ ഒരു എനർജി കയറുമ്പോൾ മാത്രം എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവും, പിന്നെ അത് അതേപോലെ താഴത്തേക്ക് വരും. അതിലെല്ലാം കാര്യം എന്തിലാണ്, ഹാബിറ്റ് ക്രിയേഷനിലാണ് കാര്യം. മോട്ടിവേഷൻ വേണ്ട എന്നല്ല, നമ്മൾ ഡൗൺ ആകുമ്പോൾ നമുക്ക് മോട്ടിവേഷനൊക്കെ ആവശ്യമാണ്. മൈൻഡ് ഡൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മോട്ടീവ് ആവണമെങ്കിൽ മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മോട്ടിവേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോട്ടീവ് ആവും, അതേപോലെ താഴത്തേക്ക് പോകും. അതുകൊണ്ട് ഫെയിലർ ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പല ആളുകളും ഫെയിലർ ആവും. നമ്മൾ അതിൽ പെടരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഏരിയ ആയിട്ട് തിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളാണ്. ശ്രദ്ധിക്കുക ഓരോ ആളുകളും. നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മേഖല വേറെ തന്നെയാണ് വേണ്ടത്. ഒന്നാമത്തെ മേഖല ഏതാണ്, നമുക്കൊരു മാസം എത്ര ഇൻകം വേണം, അത് ഏൺ ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്. ഇതൊരു ഗോൾ സെറ്റിങ്സിന്റെ ഒരു പേജ് നമുക്ക് അതാണ് വേണ്ടത്. ഞാൻ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വെച്ചാൽ അത് റിലേറ്റഡ്. ഇപ്പൊ ഡ്രസ്സ് മേക്ക് ചെയ്യുന്ന ആളുകൾക്ക് എനിക്കൊരു മാസം ഇത്ര പൈസ കിട്ടണം, അപ്പൊ ആഗ്രഹം പറയാം ഒരു മാസം എനിക്ക് 30,000 കിട്ടണം എന്നാണ് നമ്മുടെ താല്പര്യമെങ്കിൽ അതിന് ഒരു ദിവസം 1000 കിട്ടണം. ഒരു ദിവസം 1000 കിട്ടണമെങ്കിൽ എനിക്ക് 2-3 ചുരിദാറിന്റെ വർക്ക് കിട്ടണം. അങ്ങനെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാസത്തിൽ 30 ദിവസം 1000 വെച്ച് കിട്ടിയാൽ 30,000 ആവും. അപ്പൊ ടോട്ടൽ എത്ര, 2 വർക്ക് കിട്ടിയാൽ മതിയെങ്കിൽ ടോട്ടൽ നമുക്ക് 60 വർക്ക് കിട്ടണം. ഈ 60 വർക്ക് കിട്ടാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് എനിക്കൊരു മാസം 60 വർക്ക് കിട്ടുക, ആ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ടൊരു പേജിനകത്ത് എഴുതി ആ 60 വർക്ക് കിട്ടാൻ വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യണം. ആ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്കുള്ള 2 വർക്ക് ആക്കണം. അങ്ങനെ 60 വർക്ക്, ഓരോ വർക്കും ടിക്കിട്ടിട്ട് 60ലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഇൻകം. അപ്പൊ എത്രയാണോ നമ്മൾ ഒരു മാസത്തെ ഇൻകം ടാർഗറ്റ് അതിനെ ഡെയിലിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ആ ഡേയിൽ അത് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ആക്കി അത്
പ്ലാൻ ആക്കിയാൽ മാത്രം പോരാ, അത് വരുത്താനുള്ള വഴികൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുവെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എഴുതി വെക്കാം എനിക്കൊരു മാസം 30,000 കിട്ടണം, അത് ഈസിയാണ്. എന്നിട്ട് ആദ്യത്തെ ദിവസം 1-ാം തീയതി കഴിഞ്ഞു, ഇന്ന് ആരുമില്ല. 2-ാം തീയതി കഴിഞ്ഞു, ആരുമില്ല. 3-ാം തീയതി 500 കിട്ടി. അതുകൊണ്ട് കാര്യമില്ല. 1-ാം തീയതിയിൽ എനിക്ക് 1000 രൂപ കിട്ടണമെങ്കിൽ ഞാൻ ലാസ്റ്റ് 10 ദിവസം അതിനുള്ള പണി എടുത്തു വെക്കണം. അപ്പോഴായിരിക്കും 1-ാം തീയതി റിസൾട്ട് വരിക. അപ്പൊ എന്ത് പണിയാണ് ഞാൻ എടുത്തു വെക്കേണ്ടത്, എത്ര ആളുകളെ ഫോളോ ചെയ്യണം, എത്ര ആളുകളെ വിളിച്ചാലാണ് എനിക്ക് 2 വർക്ക് കിട്ടുക, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ മാർക്കറ്റിംഗ് സൈഡ് പ്രിപ്പയർ ചെയ്യണം, അതിന്റെ വരാനുള്ള സോഴ്സ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ജനുവരിയിലേക്ക് വേണ്ട പണികൾ എടുത്തു വെച്ചാൽ, ഡിസംബർ ലാസ്റ്റ് എടുത്തു വെച്ചാൽ ജനുവരി ആദ്യത്തെ വീക്ക് വർക്ക് കിട്ടും. ജനുവരി ആദ്യത്തെ വീക്കിൽ നമ്മൾ വർക്ക് എടുത്തു വെച്ചാൽ സെക്കൻഡ് വീക്കിലേക്കുള്ള വർക്ക് കിട്ടും. ഇങ്ങനെ ജനുവരിയിലേക്കുള്ള വർക്ക് എടുക്കേണ്ട സമയം ഇപ്പോഴാണ്, ജനുവരി തുടങ്ങിയിട്ടല്ല. ഇപ്പോഴേ ജനുവരിയെ ടാർഗറ്റ് ചെയ്ത് പണിയെടുത്ത് വെച്ചാൽ ഈ പണിയുടെ റിസൾട്ട് ജനുവരിയിലാണ് കിട്ടുക. ഫെബ്രുവരിയിലുള്ള വർക്കിന്റെ റിസൾട്ട് ജനുവരിയിൽ എടുത്തു വെക്കും. അപ്പം ഒരു ഫസ്റ്റ് പോയിന്റ്, ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഓരോ മാസവും ഇത്രയാണ് എനിക്ക് ഇൻകം വേണ്ടത്, അതിനെ പറ്റിയിട്ടൊരു ഗോൾ. അത് കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ്. സീറോയിൽ നിൽക്കുന്ന ആൾ എനിക്കൊരു മാസം ഒരു 5000 വേണ്ടതെങ്കിൽ ഞാൻ എവിടുന്നാണ് 5000 ഉണ്ടാക്കാൻ കഴിയുക. ഒരു ദിവസം ഒരു 200 രൂപ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് മാസം 30 ദിവസം 6000 രൂപ കിട്ടും. 200 രൂപ കിട്ടാൻ എന്താണ് വഴി? ഇങ്ങനെ നമ്മളുടെ നിഷിനെ കണക്ട് ചെയ്ത് അതിനുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി മുൻപോട്ട് പോകണം. ഒന്നാമത്തെ കാര്യം ഇൻകം റിലേറ്റഡ് ആയ ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് സ്കിൽ ആൻഡ് ലേണിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്കില്ലിനെ പോളിഷ് ചെയ്യാനും സ്കില്ലിനെ അപ്സ്കിൽ ചെയ്യാനും സമയം കൊടുക്കണം. കത്തിക്ക് മൂർച്ച കൂട്ടാൻ സമയം കൊടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കേൾക്കാറില്ലേ, മരം വെട്ടിയ ആളുകളുടെ കഥ. അയാളുടെ കത്തിക്ക് മൂർച്ച കൂട്ടി കൊടുത്ത സമയത്തിൽ ഏകദേശം ഒരു 70% സമയം ഇരുന്ന് അയാൾ കത്തിക്ക് മൂർച്ച കൂട്ടി, 30% കൊണ്ട് മരം വെട്ടി മുറിച്ചു. അതേസമയത്ത് മറ്റൊരാളെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ അത് വെട്ടി നോക്കി, മരം മുറിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്റ്റോറി എല്ലാവർക്കും അറിയുന്നതാണ്. ഇതേപോലെയാണ് നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്കില്ലിന് എത്രത്തോളം നമ്മൾ മൂർച്ച കൂട്ടുന്നോ, ഷാർപ്പൻ ചെയ്യുന്നോ, നമ്മുടെ നിഷിനേക്ക് എത്രത്തോളം നമ്മൾ നോളജ് കൂട്ടുന്നോ, അതിനുള്ള സമയം നിർബന്ധമായിട്ടും കണ്ടെത്തണം. അപ്പം നമ്മുടെ ഗോൾസിൽ ഒരു ദിവസത്തെ ഇത്ര സമയം ലേണിങ്ങിന് വേണ്ടിയാണ് കൊടുക്കേണ്ടത്. 10 മിനിറ്റ് ആവാം. തീരെ ഇല്ലാത്ത ആളായതിന് 1 മണിക്കൂർ കൊടുക്കണ്ട. തീരെ ലേണിങ്ങിന് സമയം കൊടുക്കാത്ത ആൾ 10 മിനിറ്റ് സമയം മാറ്റി വെച്ചാൽ, പക്ഷെ അത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാൻ പറ്റണം. ആദ്യം തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയ കൊണ്ട് എഴുതി വെക്കരുത്. നമ്മളിപ്പം എന്തിലാണോ നിൽക്കുന്നത് അതിനെ കണക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. നമ്മളിപ്പം 0-ൽ നിൽക്കുക, എന്നിട്ട് ഞാൻ പറയും ഞാൻ 1 മണിക്കൂർ സ്കില്ല് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കും, അത് അല്ലെങ്കിൽ ഞാൻ അടുത്ത മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കും. പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ 0-ൽ നിൽക്കുന്ന ആൾ 5000 ഉണ്ടാക്കാനുള്ള പണി എടുക്കുന്നത്. 5000 കിട്ടുന്ന ആൾ ഒരു 10,000-ലേക്കുള്ള പാക്കേജ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെറുതിൽ നിന്ന് തുടങ്ങിയാൽ മതി. അപ്പോൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് തീരെ പഠിക്കാത്ത ഒരു 10 മിനിറ്റ് ഡെയിലി എന്ത് ചെയ്യുക, നമ്മുടെ നിഷ്ഠുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി പോഡ്കാസ്റ്റ് കേൾക്കലാവാം. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ റെക്കോർഡിങ്സ് ഉണ്ടല്ലോ. പോഡ്കാസ്റ്റിനായിട്ട് തന്നെ ഒത്തിരി സൈറ്റുകളുണ്ട്. യൂട്യൂബിലൊക്കെ നമുക്ക് പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ യൂട്യൂബിന്റെ തന്നെ പോഡ്കാസ്റ്റ് മാത്രം കിട്ടുന്ന സൈറ്റുകളുണ്ട്. അങ്ങനെ കുറെ പരസ്യം ഇല്ലാതെ കേൾക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ എന്താണ് നമ്മുടെ നിഷ അത് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല എക്സ്പേർട്ട് ആയ ആളുകളുടെ സ്പീച്ചുകളാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അത് കേൾക്കാൻ പറ്റും. പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഓഡിയോസ് കേൾക്കാൻ പറ്റും. എന്താണോ തീരുമാനിച്ചത് അത് പെർഫെക്റ്റ് ആവണം. ബുക്ക് വായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1 പേജ് തീരുമാനിച്ചാൽ മതി. 10 പേജോ 100 പേജോ ഒന്നും വേണ്ട. 100 പേജിലൊരു പുസ്തകത്തിന്റെ 1 പേജ് ഒരു ദിവസം വായിക്കാൻ തീരുമാനിച്ചാൽ മതി. പക്ഷെ ആ 1 പേജ് സ്ഥിരമായിട്ട് വായിച്ചോളണം, നിർത്തരുത്. സ്ഥിരമായിട്ട് ഒരേ സമയത്ത് വായിച്ചോളണം. ഹലോ മൈക്ക് ഓഫ് ചെയ്യണേ മുജീബ് മൈക്ക് ഓഫ് ചെയ്യണേ. ഓക്കെ. അപ്പം പുസ്തകം വായിക്കാനാണ് തീരുമാനിക്കണമെങ്കിൽ 1 പേജ് ആണെങ്കിൽ 1 പേജ് എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് വായിച്ചു പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എടുത്താൽ പൊന്താത്ത രീതിയിൽ എന്ത് ചെയ്യണ്ട, ആവേശം കൊണ്ട് ഞാനിന്ന് 10 പേജ് വായിക്കും അങ്ങനൊന്നും ചെയ്യണ്ട. എപ്പോഴും ചെറിയ പുസ്തകം എടുക്കണം. പുസ്തകം തീരെ വായിച്ചില്ലാത്ത ആദ്യം തന്നെ വലിയ പുസ്തകം എടുക്കരുത്, മടുപ്പ് വരും. കുഞ്ഞു പുസ്തകങ്ങളുണ്ടല്ലോ, 10 പേജ് 20 പേജൊക്കെ ഉള്ളത്, അങ്ങനത്തെ പുസ്തകങ്ങൾ എടുത്ത് അതിന്ന് 1 പേജ് വായിക്കുക. രണ്ടാം പക്ഷെ ആ സമയം നിങ്ങൾ വൈകിട്ട് 7 to 7:10 ആണെങ്കിൽ 10 മിനിറ്റ് അതിന് തന്നെ കൊടുക്കണം. അവിടെ മാറ്റം വരുത്തരുത്. അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മളെ സ്കില്ലും ലേണിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. അതാണ് പറഞ്ഞത്. ഒരു ദിവസം 5 മിനിറ്റ് ആണ്, 5 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്ത്. ഹെൽത്ത് ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട്, മെഡിറ്റേഷന് വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ടൊക്കെ കറക്റ്റായിട്ട് ഗോൾ സെറ്റ് ചെയ്യണം. ഹെൽത്തിൽ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുന്ന സമയത്ത് കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നാനപ്പുറത്തേക്ക് ഫുഡിന്റെ കറക്റ്റ് ഒരു പ്ലാനും മെനു ഒക്കെ ഉണ്ടാക്കി വെച്ച് അത് പ്രോപ്പർ പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം എക്സസൈസിന് സമയം കാണണം. ഒത്തിരി 1 മണിക്കൂർ കിടന്ന് പായണം എന്നൊന്നുമില്ല. തീരെ ചെയ്യാത്ത ആളുകൾ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒന്ന്
യോഗ പോലെയോ എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്താൽ മതി, വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്ത് തുടങ്ങിയാൽ മതി. അതങ്ങനെ ഒരു ഹാബിറ്റായി വന്നോളൂ. പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. തുടങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ട് തീരുമാനിക്കുക, എക്സസൈസ് നിർബന്ധമാണ്. ഒത്തിരി അസുഖങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ എക്സസൈസ് എന്നുള്ളത്. നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്ന കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഈ രാവിലത്തെ ആ ഒരു പെർഫെക്റ്റ് എക്സസൈസ് കൊണ്ട്, അതോടൊപ്പം നമ്മളുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് നന്നായിട്ട് പമ്പ് ചെയ്യും. നമ്മളൊന്ന് രാവിലെ കറക്റ്റ് ആയിട്ടൊന്ന് ശരീരം മടക്കി കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് പമ്പിങ് കൊണ്ടുള്ള നമ്മുടെ ഒരു എനർജി ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രാവിലെ. അന്നത്തെ ദിവസത്തെ മൂഡ് മൊത്തം മാറും നമ്മൾ അറിയാതെ തന്നെ. നമ്മൾ അന്ന് മൊത്തം അല്ലെങ്കിൽ ഡൗൺ ആവും. അപ്പം നന്നായിട്ടൊന്ന് ശരീരം അനക്കി കഴിഞ്ഞാൽ ബ്ലഡ് നന്നായിട്ട് പമ്പ് ചെയ്യും. ബ്രെയിനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജി ആവും. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, കൊഴുപ്പുകൾ ഫാറ്റ് ഒക്കെ കത്തിപ്പോവും നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് എക്സസൈസ് നിർബന്ധമാണെന്ന് പറയുന്നത്. അപ്പം ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്തിന് വേണ്ടി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. റിലേഷൻഷിപ്പ് മറ്റൊരു കാര്യം എന്താണ്, ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ, മറ്റു കാര്യം, ഇതിനൊക്കെ സമയം കണ്ടെത്തണം. ഒത്തിരി ബിസിയാന്ന് പറഞ്ഞ് നമ്മുടെ ബന്ധപ്പെട്ടവരെ വിളിക്കാനോ അവരെ വിസിറ്റ് ചെയ്യാനോ അവരെ ഒന്ന് പോയി കാണാനോ ഇതൊന്നും സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഇതിനൊക്കെ സമയം കൊടുക്കണം. ഒരാഴ്ചയിൽ ഇന്ന ഇന്ന ആളുകളെ വിളിക്കണം, എഴുതി വെക്കുക. ഈ ഞായറാഴ്ച വരുമ്പോൾ ഞാൻ എൻ്റെ ഇന്ന ഫ്രണ്ട്സുകളെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ ഇന്ന ആളെ വിസിറ്റ് ചെയ്യും, എൻ്റെ നെയ്ബേഴ്സിന്റെ പേരിലൊക്കെ ഒന്ന് കയറി ഇറങ്ങും. അടുത്ത ഞായറാഴ്ച വേറൊരു പ്ലാന്, അതിന്റെ അടുത്ത ഞായറാഴ്ച വേറൊരു പ്ലാൻ. ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റും. ഇന്ന് പോകണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ വളരെ സന്തോഷമാവും. അത് വീഡിയോ കോൾ ആണെങ്കിൽ അതിനേക്കാൾ സന്തോഷമാവും. അത്രേ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ അതിനൊക്കെ സമയം, ഒത്തിരി സമയം വിളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം സംസാരിക്കുന്ന സിസ്റ്റം ഒഴിവാക്കും ചെയ്യും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് അങ്ങനെ ശീലിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കൺട്രോൾ ചെയ്യാനും പറ്റും. ഓക്കെ, റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ നോളജ് ആവശ്യമാണ്, നമ്മുടെ പേഴ്സണാലിറ്റി ആവശ്യമാണ്, നമ്മുടെ ഡ്രസ് കോഡ് ആവശ്യമാണ്. ഇതൊക്കെ പേഴ്സണൽ ഗ്രോത്തിന്റെ ഭാഗമാണ്. നമ്മുടെ എന്താ പറയാ, തലയും മുടിയും മറ്റു കാര്യങ്ങളും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ ഗ്രോത്തിനകത്ത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ പലപ്പോഴും നന്നായിട്ട് ഡ്രസ് ചെയ്യാൻ സമയമില്ല, മുടി നന്നാക്കാൻ സമയമില്ല, ഇങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറഞ്ഞ് നടക്കും. അല്ല, നമ്മളുടെ ആ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ഗ്രോത്ത് കൊടുക്കണം. അപ്പം 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കരിയർ അല്ലെങ്കിൽ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾ വേണം. സ്കിൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം. അതിന് ഗോൾ സെറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ഓരോ ദിവസവും, ജസ്റ്റ് എക്സാമ്പിൾ പറയാം, ഒരു ദിവസം ഞാൻ ഒരു പുതിയ വേർഡ് പഠിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇംഗ്ലീഷിൽ ഒരു വേർഡ് ആണെങ്കിൽ 30 ദിവസം 30 വേർഡ് നമ്മൾ പഠിക്കും. അപ്പം അത് നമുക്കൊരു ഗോളാണ്. നമ്മൾ ലേണിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ് വായിക്കും, അല്ലെങ്കിൽ ഞാനൊരു സ്കില്ല്, പുതുതായിട്ടൊരു സ്കില്ല് പഠിക്കും. അപ്പൊ നമുക്കില്ലാത്ത എന്തെങ്കിലും ഒരു സ്കില്ല്, പ്രസന്റേഷൻ സ്കില്ലാണെങ്കിൽ ഞാൻ ഇന്നു മുതൽ പ്രസന്റേഷൻ സ്കില്ല് പ്രാക്ടീസ് ചെയ്യും. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക, എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, വെറുതെ അത് ഒരു 5 മിനിറ്റ് പറഞ്ഞു നോക്കുക, നിർത്തുക. നാളെ അതേ സമയത്ത് വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ പോവുക, എന്തെങ്കിലും വെറുതെ പബ്ലിക് സ്പീക്ക്, ആരെങ്കിലും ഒക്കെ അനുകരിക്കുന്ന പോലെ എന്ത് ചെയ്യാം, വെറുതെ മൈക്കൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് വെറുതെ പറഞ്ഞു നോക്കുക. അങ്ങനെ അതിലേക്ക് വരും. ഇനി വീഡിയോ കോൺഫിഡൻസ് ആണെങ്കിലോ, വെറുതെ നിന്നിട്ട് മൊബൈലിൽ സെൽഫി എടുത്തിട്ട് ദിവസം ഒരു 30 സെക്കൻഡ് വീഡിയോസ് എടുക്കുക. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് തീരുമാനിക്കുക, ഡെയിലി ഞാൻ 10 മിനിറ്റ് എക്സസൈസ് ചെയ്യും, ഹെൽത്തി ഫുഡിൽ ഡെയിലി ഞാൻ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ഉൾപ്പെടുത്തും. അങ്ങനെ ഒരു മെനു ഉണ്ടാക്കുക. എൻ്റെ ലഞ്ചിലോ അല്ലെങ്കിൽ എൻ്റെ ഡിന്നറിലോ ഒക്കെ ഞാൻ ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക്. അതേപോലെ നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി കഴിക്കുന്നത് നിർത്തിയിട്ട് അതിനൊരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് കുറച്ച് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ഇങ്ങനെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയ ഗോളുകൾ സെറ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതിനുവേണ്ടി ഗോൾ സെറ്റ് ചെയ്യുക. ഓരോ മാസവും ഞാൻ ഇന്ന ആളുകളെ ഇന്ന ദിവസങ്ങളിൽ കോൾ ചെയ്യും, വിളിക്കും, സംസാരിക്കും. അങ്ങനെ നമ്മൾ ശ്രദ്ധ വിട്ട് കിടക്കുന്ന പല ആളുകൾക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും. പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാക്സിമം നാം നമ്മെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൈൻഡിന് നല്ല സാധനങ്ങൾ കൊടുക്കുക, പോസിറ്റീവായ സാധനങ്ങൾ മാത്രം മൈൻഡിലേക്ക് കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുക. നെഗറ്റീവ് ഉള്ള ആളുകളെ മാറ്റി നിർത്തുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡ്രസ് കോഡ് ആണെങ്കിൽ നമ്മളെ വിസിബിലിറ്റി ആണ്. മറ്റുള്ള ആളുടെ ഇടയിൽ നമ്മുടെ ആ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടല്ലോ, അത് പേഴ്സണൽ ആണ്. അവിടെ നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി നമുക്ക് കഴിയാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പൊ ഈ 5 ഏരിയയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞത്, ഈ പറയുന്ന നമ്മുടെ ഗോൾ സെറ്റിങ്സിൽ നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്നവരുണ്ട്? യെസ്? യെസ്. ശ്രമിമയുടെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ അത് കണ്ടില്ല. ഒന്ന് ചാറ്റിലേക്ക് വരാമോ? എത്ര പേര് കറക്റ്റ് ആയിട്ട് യെസ്? ഹാരിസ് ഏത് മേഖലയെന്നൊന്ന് പറയാമോ? മൈക്ക് തുറന്ന് പറയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ വരാം. നോ വിജിത മേഡം. ഓക്കെ, നോ ശ്രവി മേഡം. ഓക്കെ,
എല്ലാവരും ചാറ്റിൽ വരുമോ? ഏതെങ്കിലും ഓക്കെ പേഴ്സണൽ ഗ്രോത്തിൽ ഹാരിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. എല്ലാവരും ചാറ്റിലൊന്ന് വരും. എല്ലാവരും ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാലോ. ജെനി മാഡം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ. റുബീന മാഡം ചെയ്തിട്ടില്ല. ഓക്കെ, ഗുഡ്. ജെർസി മാഡം നോ. ഓക്കെ. മോഹൻദാസ് സാർ ചെയ്തിട്ടുണ്ട്. ഗുഡ്. റായല മാഡം നോ. ഓക്കെ. ഹാബിദ് നോ. ഓക്കെ. യെസ്, വെരി ഗുഡ്. താങ്ക് യു. എല്ലാവരും ചാറ്റിൽ വന്നതിൽ വളരെ സന്തോഷം. അപ്പം വളരെ കുറച്ച് ആളുകൾ ചെയ്തിട്ടുണ്ട്, കൂടുതൽ ആളുകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഈ 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഫോണിനകത്ത്. ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഈ 5 ഹെഡ് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ഈ 5 ഹെഡിനകത്തും വ്യക്തമായിട്ട് നോട്ട്ബുക്ക് വെച്ചിട്ട് നിങ്ങൾ റിലേറ്റഡ് ആയ ഗോൾ സെറ്റ് ചെയ്യണം. നമ്മുടെ സമയവും അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോവാം. ഇനി ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ വൺ ഗോൾ എന്നുള്ളതാണ്. തീരെ ഗോൾ സെറ്റ് ചെയ്ത് ശീലിക്കാത്ത ആളുകൾ എല്ലാതും കൂടി ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും കൂടി പോയാൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ആദ്യം ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തേക്കിയിട്ട് അതിനെ പ്രോഗ്രസ് ആക്കിയിട്ട് ഓരോന്നിലേക്ക് പോവാം. ഓക്കെ, തുടക്കത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹെൽത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഹെൽത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ ഫോക്കസ്ഡ് ആവുക. അതെല്ലാം ഒന്നും കൂടി അതിന്റെ കൂടെ കൂട്ടാൻ ഒരു പുസ്തകം വായിക്കുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ പുസ്തകം ഒരു കുഞ്ഞു പുസ്തകം വാങ്ങിച്ചുകൊണ്ട് അതിൽ ഒരു പേജെങ്കിൽ ഒരു പേജ് കൂടുതൽ, ഒരു പേജ് തീരുമാനിച്ച് 2ലേക്ക് പോകണ്ട, ഒരു പേജിന്റെ മതി. പക്ഷെ അതിനെ ടോട്ടൽ നമ്പർ ഓഫ് പേജിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 100 പേജുള്ള പുസ്തകമാണെങ്കിൽ ഒരു ദിവസം ഒരു പേജാണ് 100 ദിവസം എടുക്കും, 2 പേജാണ് 50 ദിവസം എടുക്കും. അത് ആ ദിവസം കൊണ്ട് അത് തീർക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. അങ്ങനെ എന്ത് സെറ്റ് ചെയ്യുമ്പോഴും ടൈം ബൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇന്ന സമയം കൊണ്ട് ഞാൻ തീർക്കും. ഒരു പുതിയ ഭാഷ പഠിക്കുന്നതായിക്കോട്ടെ, ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ ആലോചിച്ച ഒരു 15 മിനിറ്റ് ഡെയിലി ഇംഗ്ലീഷ്, എന്തെങ്കിലും ഇംഗ്ലീഷ് കേൾക്കുക, വെറുതെ പറഞ്ഞു വെക്കുക, ഒരു വേർഡ് കിട്ടിയത് പഠിക്കുക. നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഒക്കെ ഒരു ടൈം ബൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. എന്താണോ നമുക്ക് പഠിക്കാൻ ആഗ്രഹം വെച്ചാൽ അതിലേക്ക് പതുക്കെ പോവാൻ ടൈം ബൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ തുടക്കക്കാര് ഗോൾ സെറ്റ് ചെയ്താൽ പരിചയമില്ലാത്തവർ ആദ്യം ചെയ്യേണ്ടത് ടോട്ടലി കൺഫ്യൂഷനിലേക്ക് പോവാതെ ഏതെങ്കിലും ഒന്നിൽ ആദ്യം ഫോക്കസ് ചെയ്യുക. അതിനെ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മേക്ക് യുവർ ഗോൾ ക്ലിയർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലിയർ ആയിരിക്കണം എന്നുള്ളത്. ഗോൾ എപ്പോഴും ക്ലിയർ ആയാൽ മാത്രമാണ് ഗോൾ ആവുക, അല്ലെങ്കിൽ അത് നമ്മുടെ ഡ്രീം ആയിട്ടാണ് മാറുക. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, വാട്ട് ഡു ഐ വാണ്ട്? എനിക്ക് എന്താണ് വേണ്ടത്? വെൻ, എപ്പോ വേണം? ഹൗ മച്ച്, എത്ര വേണം? ഓക്കെ, അപ്പം നമ്മളിപ്പം ഒരു ഫിനാൻസ് ആണ് സെറ്റ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻകം ആണ് സെറ്റ് ചെയ്തതെങ്കിൽ എനിക്ക് എത്ര വേണം, ഏത് സമയത്തേക്ക് വേണം, എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചിട്ട് വേണം ഒരു ആൻസർ കണ്ടെത്താൻ. പുസ്തകം വായന ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കില്ല് പഠിക്കുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സെയിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതായിക്കോട്ടെ. അപ്പം നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എനിക്ക് 1 ലക്ഷം അടുത്ത മാസം വേണം. ഈ 1 ലക്ഷം വേണമെന്ന് പറയാനും ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതിനുള്ള ഒരു മാർഗമുണ്ടല്ലോ, മാർഗം പ്രധാനമാണ്. ലക്ഷ്യത്തിലേക്കുള്ള ഇത് മാർഗമാണല്ലോ, നമ്മൾ പറയാറില്ലേ, ലക്ഷ്യത്തിലേക്ക് വേണമെങ്കിൽ മാർഗം വേണം. ലക്ഷ്യം എഴുതി വെക്കാൻ എളുപ്പമാണ്, പക്ഷെ ആ മാർഗം, നമ്മളിപ്പം ഇവിടുന്ന് കൊച്ചിക്ക് പോകാന്ന് പറയുമ്പോൾ കൊച്ചിയിലേക്ക് പോകാനുള്ള വഴിയുണ്ടല്ലോ, ആ വഴി പ്രധാനമാണ്. വഴിയില്ലാത്ത ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ ഗൾഫിൽ പോകണമെന്ന് ലക്ഷ്യം എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനങ്ങൾ കാണുന്നുണ്ട്. എന്ന പോലെ നമ്മളിപ്പോ ഒരു 1 ലാഖിന്റെ സെയിൽസ് എനിക്ക് വേണം ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ എന്ന് നിശ്ചയിക്കുമ്പോൾ 1 ലാഖിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ്, അത് നിർബന്ധമാണ്. അപ്പം അവിടെയാണ് നമ്മൾ ഇപ്പം നമ്മളിതൊരു പ്രൊഡക്റ്റ് ആണ്, ഇപ്പൊ ഡ്രസ്സാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് കരുതാം. ഈ ഡ്രസ്സിന് 1 ലാഖ് രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കണമെങ്കിൽ എത്ര ആൾ വാങ്ങിക്കണം? എൻ്റെ കയ്യിൽ ആവറേജ് 1000 രൂപയുടെ വില ഇരുന്ന ഡ്രസ്സ് ആണെങ്കിൽ എനിക്ക് 1 ലാഖ് കിട്ടണമെങ്കിൽ 100 പേര് അത് വാങ്ങിക്കണം ഈ മാസം. ഈ 100 ആളെ കൊണ്ട് എങ്ങനെ വാങ്ങിപ്പിക്കാൻ പറ്റും? അതിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ്? 100 ആൾ വാങ്ങണമെങ്കിൽ ഞാൻ മിനിമം ഒരു 1000 ആളുകളോട് സംസാരിച്ചാലായിരിക്കും ഒരു പക്ഷെ 100 ആൾ വാങ്ങിക്കുക. ഈ 1000 ആളുകളിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തേണ്ടത്? അതിനുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ? ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ വെറുതെ കൊണ്ട് എഴുതി വെച്ചാൽ പോരാ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതേസമയത്ത് പുസ്തക വായനയോ മറ്റൊക്കെ നമുക്ക് എഴുതി നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻകം റിലേറ്റഡ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് വരാനുള്ള സോഴ്സുകൾ കൂടി അതിന്റെ മാർഗങ്ങൾ കൂടി നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള മാർഗങ്ങൾ, നമുക്ക് 1000 ആളിലേക്ക് എത്താൻ സ്കോപ്പില്ല, 500 ആളുകളിലേക്ക് എത്താനേ സ്കോപ്പുള്ളൂ വെച്ചാൽ അവിടെ സ്വാഭാവികമായിട്ട് 50 ആളെ വാങ്ങിക്കും. അപ്പൊ നമ്മുടെ ആ ഗോള് 1 ലക്ഷം മുതൽ 50,000-ത്തിലേക്ക് മാറും. അപ്പൊ നമ്മൾ 1 ലക്ഷം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഗോളിന്റെ വലുപ്പം കൂടുമ്പോൾ അതിനനുസരിച്ച് പണിയെടുക്കാനും കൂടി നമ്മൾ തയ്യാറാവണം. 1000 ആളിലേക്ക് എത്താൻ നമ്മൾ തയ്യാറാവണം. 1000 ആളിലേക്ക് എത്താൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നന്നായി വീഡിയോ ചെയ്ത് നല്ല പ്രൊമോഷൻസ് കൊടുത്ത് 1000 ആളിലേക്ക് എത്താൻ പറ്റണം.
1000 ആളുകളിലേക്ക് എത്താൻ ഒരു പക്ഷേ നമ്മൾ ഒരു 5000 രൂപയുടെ 10000 രൂപയുടെ പ്രൊമോഷൻസ് ചെയ്യേണ്ടി വരും. 10000 രൂപയുടെ പ്രൊമോഷൻ കൊടുത്താൽ 1000 ആളുകളിലേക്ക് എത്തി 100 ആള് വിറ്റ് കഴിഞ്ഞാൽ 1 ലക്ഷം കിട്ടുമെങ്കിൽ നമുക്ക് 10000 ചെലവഴിക്കാമല്ലോ. ഇത് ഗോളാണ്. അവിടെ ക്ലിയർ ആണ് എന്താ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ലക്ഷ്യത്തിലേക്ക് സാധൂകരിക്കാനുള്ള മാർഗം കൂടി വളരെ പ്രധാനമാണ്. മാർഗവും നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് അതിന് പ്രോപ്പർ വഴിയിലും അതിന് ഡെയിലി ആക്ഷൻസ് എടുത്ത് പോയാൽ മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക. എഴുതി വെക്കുക എന്നുള്ളത് ഈസിയാണ്, എഴുതി വെച്ചാൽ പോരാ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ വലിയ സംഭവമായിട്ട് പറഞ്ഞു ഞാൻ ഡെയിലി 1 മണിക്കൂർ എന്ത് ചെയ്യും, എക്സസൈസ് ചെയ്യും, 1/2 മണിക്കൂർ പുസ്തകം വായിക്കും, 1/2 മണിക്കൂർ തന്നെ ഇംഗ്ലീഷ് പഠിക്കും. ഇതൊക്കെ സംഭവമായിട്ട് പുസ്തകം എടുത്ത് എഴുതി വെച്ചു. നമുക്കൊട്ട് സമയമില്ല, നമ്മൾ ഭയങ്കര ബിസിയുള്ള ആളുകളാണ്. നാം നമ്മോട് തന്നെ എന്തിനാ ഈ പൊട്ടത്തിൽ എഴുതി വെക്കുന്നത്? നാം നമ്മോട് തന്നെ കഴിയില്ലാന്ന് പറഞ്ഞ സാധനം എഴുതി വെക്കേണ്ട വല്ല കാര്യമോ? ഒരു കാര്യമില്ല. റിയാലിറ്റി ആദ്യം മനസ്സിലാക്കുക. എനിക്ക് എത്ര സമയമാണ്, ഞാൻ മോർണിംഗിൽ 1/2 മണിക്കൂർ ഞാൻ ഇന്ന കാര്യത്തിന് മാറ്റി വെക്കുന്നത്. മോർണിംഗിൽ എനിക്ക് ആ സമയം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ട് മതി എഴുതി വെക്കാൻ. അപ്പൊ ആദ്യം എല്ലാവരും എവിടേക്കാ പോകേണ്ടത്? ഞാൻ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ എനിക്ക് അവൈലബിൾ ആയ സമയം എത്ര, അതിൽ ഓൾറെഡി ഇന്ന കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കേണ്ട സമയം ഇത്രയാണ്. മോർണിംഗിൽ എനിക്ക് എൻ്റെ ഗോൾ സെറ്റിങ്സിലേക്ക് എനിക്ക് കിട്ടാവുന്ന സമയം എത്രയാണ്, അതിൽ എത്ര സമയം എക്സസൈസിന് മോർണിംഗ് വാക്കിന് എനിക്ക് കിട്ടും, എത്ര സമയം ആ മോർണിംഗ് വാക്കിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. മോർണിംഗ് വാക്കിംഗ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സ്പീച്ച് കേൾക്കാൻ വേണ്ടി കഴിയും. നമ്മൾ എന്താണോ ആവാൻ ശ്രമിക്കുന്നത്, എന്തിനും ബിസിനസ്സിലാണ്, ബിസിനസ് ക്ലാസ് ആണ് കേൾക്കാൻ തയ്യാറാവുന്നെങ്കിൽ അപ്പോൾ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി പറ്റും. അവിടെ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ആവുകയാണ്. ഇപ്പൊ രണ്ടും കൂടി എന്തായി, ക്ലബ് ചെയ്ത് അതൊരു ശീലമായിട്ട് മാറും. മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ ഒരു സ്കില്ലും കൂടി ഒപ്പം പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ടൈമിനെ ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ഇരിക്കുന്ന ആളുകൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല, സമയം വേണം. ഫ്രീ മൈൻഡോടെ ഇരിക്കാൻ വേണ്ടി പറ്റണം. 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് നന്നായിട്ട് സമയം കൊടുത്ത് ഇരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ടൈമിന്റെ അവൈലബിലിറ്റി, റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പം എവിടെയാണോ ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് വേണം ഗോൾ സെറ്റ് ചെയ്യാൻ. അതല്ലാതെ ഒരു എന്താ പറയാ റിയാലിറ്റി മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ട് ഒരാളും സെറ്റ് ചെയ്യാൻ പോലും. ഞാൻ എൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണോ അതിൽ നിന്ന് 1% ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് എന്ത് പറ്റും, അത്ര ചിന്തിച്ചാൽ മതി. വലിയ സംഭവമാക്കിയിട്ടൊന്നും ആരും ചിന്തിക്കണ്ട. അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല. അത് 2 ദിവസം കഴിഞ്ഞാൽ അതേപോലെ താഴത്തേക്ക് പോകും. അതിൽ കാര്യമില്ല. 1% ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് പറ്റും, ഇന്ന് എവിടെയാണോ അത് നാളെ 1% കൂട്ടണം. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നാൽ മതി. ഞാൻ ഐ എം ഇൻട്രസ്റ്റഡ്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണോ. നമുക്കൊരു താല്പര്യമില്ലാത്ത കുറെ ഇപ്പം ക്ലാസ് കേട്ട് പലരും പറഞ്ഞ് അതിന്റെ പിന്നാലെ, അതിൽ കാര്യമില്ല. നമുക്ക് അതിലൊരു താല്പര്യം ആദ്യം വരുത്താൻ പറ്റും. പുസ്തകം വായന ഒരു നിലക്ക് എനിക്ക് ഇഷ്ടമല്ല എങ്കിൽ അതിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ അതിലേക്ക്, അത് ഞാൻ പറഞ്ഞു, ചെറിയ പുസ്തകം എടുക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം എടുക്കുക. ചിലപ്പോൾ സ്റ്റോറി ആവും, കഥയാവും, കുട്ടികളുടെ ബാലരമ ആയിക്കോട്ടെ, അത് മതി. അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ട. ബാലരമയാണ് വായിക്കുന്നതെങ്കിൽ അതാണ് വായിക്കാൻ ഇഷ്ടമെങ്കിൽ അത് വായിക്കും. അതൊരു വായനാശീലം വളർത്താനുള്ള സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റഡ് ഉള്ള ടോപ്പിക്കിലേക്ക് ആദ്യം പോവുക എന്നുള്ളതാണ്. ദെൻ ഐ ആം റെഡി ടു ലേൺ, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മടിയന്മാരായിട്ട് ഒന്നും പഠിക്കണ്ട, എനിക്ക് പുതിയ കാര്യങ്ങളൊന്നും അറിയണ്ട, എനിക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, എന്നും ചെയ്യുന്ന കാര്യം ചെയ്തപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും പറഞ്ഞ പണിയല്ല. എപ്പോഴും ലൈഫിൽ പഠിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം, പുതിയത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞ പണിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. എല്ലാത്തിനും ഗോൾ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റുള്ള ഒരു വിഷനും ഒന്നും ആവശ്യമില്ലല്ലോ. അവര് പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ, അപ്ഡേഷൻ സിസ്റ്റം ഇല്ല എങ്കിൽ പിന്നെ അവർക്കൊന്നും പറയേണ്ട കാര്യം. അപ്പൊ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ആസ് എ സ്റ്റുഡൻഷിപ്പ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, ഞാൻ മരിക്കുന്നത് വരെയും സ്റ്റുഡൻ്റ് ആയി പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള മൈൻഡിനാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പഠിക്കാൻ തയ്യാറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചെറിയ ചെറിയ ഗോളുകൾ നമുക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ചെറിയ പുസ്തകം എടുത്ത് അത് വായിച്ച് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് തരും. അത് കംപ്ലീറ്റ് ആയല്ലോ. അതേപോലെ തന്നെ മോർണിംഗ് വാക്ക്, നമ്മളൊരു 5 മിനിറ്റ് മോർണിംഗ് വാക്ക് സ്ഥിരമായിട്ട് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും. അപ്പൊ നമ്മൾ ആദ്യം 1 മണിക്കൂർ തീരുമാനിച്ചാൽ അത് പ്രാക്ടിക്കൽ അല്ല. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് സ്ഥിരമായിട്ട് ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിന് അത് ജനുവരി 1, 2, 30-ാം തീയതി വരെ നമ്മൾ എന്ത് ചെയ്തു ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളാണ്. കറക്റ്റ് ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ചെക്ക് ലിസ്റ്റിനകത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ ടിക്ക് ഇടാം നമുക്ക്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടീമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തരും 5 കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ബുക്ക് റീഡിങ്, മോർണിംഗ് വാക്ക്, ഇങ്ങനെ നമ്മൾ 5 കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനകത്ത് ഓരോരുത്തരും ചെയ്തവർ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുമ്പോൾ നമുക്കും ചെയ്യാനുള്ളൊരു മോട്ടീവ് വരും. അവരൊക്കെ ചെയ്തു, ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല, ആ ലെവലിലേക്ക്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം,
അതല്ലെങ്കിൽ നമുക്ക് മൊബൈലിനകത്ത് ആപ്ലിക്കേഷൻസ്, റിമൈൻഡർ, ഇങ്ങനെയൊക്കെ അവൈലബിൾ. ഇതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ പറ്റുന്ന രീതിയിൽ ഓരോ ദിവസവും മാർക്ക് ചെയ്ത് പോകാൻ പറ്റും ചെയ്ത കാര്യങ്ങൾ. അപ്പം നമുക്ക് ഒരു മാസം കഴിയുന്ന സമയത്ത്, ഒരാഴ്ച കഴിയുന്ന സമയത്ത്, ഞാൻ ഈ 7 ദിവസത്തിൽ എത്ര ദിവസമാണ് ഞാൻ മോർണിംഗ് വാക്കിന് പോയത്, എത്ര ദിവസം ഞാൻ പുസ്തകം വായിച്ചു, എന്നാൽ ഞാൻ വിട്ട് കളഞ്ഞത്, ഇതൊക്കെ സെൽഫ് വിലയിരുത്താൻ നമുക്ക് പറ്റും. ഓക്കെ. അപ്പം നമ്മൾ ഒരു ചെറിയ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തരും അടുത്തതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ദെൻ ബ്രേക്ക് ഗോൾസ് ഇൻ ടു സ്റ്റെപ്സ്. ഈ ഗോളുകളെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്യുക, ബേസിക്സ് ആയിട്ട് ലേണിംഗിലേക്ക് വരിക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഓൺലൈനിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയ പേജസുകളൊക്കെ ലൈവാക്കി നിർത്തുക. ഇൻകം പതുക്കെ പതുക്കെ ഏൺ ചെയ്ത് തുടങ്ങുക. ഇൻകം ഏൺ ചെയ്യുന്നവർ കൂട്ടിക്കൊണ്ടുവരിക. തീരെ ഏൺ ചെയ്യാത്തവർ പതുക്കെ പതുക്കെ ഇൻകം ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ, ചെറിയ പൈസ കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരും. കുറെ ക്ലാസ് കേൾക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ദെൻ ഡെയിലി ആക്ഷൻ എന്നുള്ളത് നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്. ക്ലാസ് കേൾക്കലല്ല, ആക്ഷൻ എടുക്കലാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. നോ ആക്ഷൻ നോ റിസൾട്ട് എന്നുള്ളതാണ്. ആക്ഷൻ ഇല്ല, റിസൾട്ട് ഇല്ല. ഒരു ചെറിയ ആക്ഷൻ എടുത്താൽ തന്നെ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. എക്സാമ്പിൾ പറയുന്നത് 30 മിനിറ്റ് ഞാൻ പഠനത്തിന് മാറ്റി വെക്കുന്നു പറഞ്ഞാൽ, ആ 30 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഡെയിലി പഠനത്തിന് മാറ്റി വെച്ചാൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ നോളജ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. ചിന്തിച്ചു നോക്കുക, ഒരു മാസം എത്ര സമയം? ഒരു ദിവസം അരമണിക്കൂർ, 2 ദിവസം 1 മണിക്കൂറായി, 4 ദിവസം 2 മണിക്കൂറായി. 15 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചെറിയൊരു കോഴ്സിന്റെ ഡ്യൂറേഷനായി. നമ്മളൊരു കോഴ്സ് ചെയ്ത ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്, നമ്മൾ അറിയാതെ തന്നെ. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങൾ, വൺ സ്മോൾ ആക്ഷൻ ഡെയിലി ചെയ്യാൻ, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി ചെയ്യാൻ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഫിക്സ് യുവർ ടൈം എന്നാണ്. ഫ്രീ ടൈം ആവട്ടെ എന്നിട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഫ്രീ ടൈം എന്നുള്ളൊരു സാധനം അത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. എപ്പോഴാണ് ഫ്രീ ടൈം എന്നുള്ളത് നമ്മുടെ ഒരു ഫിക്സഡ് ടൈം ആദ്യം സെറ്റ് ആക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ടൈം മാനേജ്മെന്റ് പറയുമ്പോൾ പല എക്സ്ക്യൂസും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തേർഡ് പാർട്ടികളുടെ ഇടപെടലുകൾ നമ്മളെ സമയത്ത് എന്ത് ചെയ്യും, ഒത്തിരി കവർന്നെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ബിയണ്ട് ദ കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ലാത്ത ആവശ്യങ്ങൾ പലപ്പോഴും നമുക്ക് വരും. ചില ആളുകൾ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങളാവാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സമയത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നടത്താൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ ഏർലി മോർണിംഗ്, അതുപോലെ ബിഫോർ ബെഡ്, ഈ സമയമൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ കഴിയുന്ന സമയങ്ങളാണ്. അപ്പം പരമാവധി അങ്ങനെ ഒരു സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, റീഡിങ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുക. നമ്മുടെ ബിസിനസ്സോ ഇൻകം റിലേറ്റഡ് ആയ കാര്യങ്ങൾ ഡേ ടൈമിലേക്ക് സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പെർഫെക്റ്റ് പ്ലാനിലേക്ക് വരിക. ഭക്ഷണത്തിന്റെ കാര്യം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ കുറെ ബെറ്റർ ആയിട്ട് 100% ആയില്ലെങ്കിലും 50% ചെയ്താലും പതുക്കെ പതുക്കെ 100ലേക്ക് അത് ആക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇൻകവും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ നമ്മുടെ സമയവും നമ്മുടെ പ്ലാനിങ്ങും ആരാ തീരുമാനിക്കുക? നമ്മളാണ് തീരുമാനിക്കുക, അല്ലെ? അത് ചിന്തിച്ചു നോക്കും. ഒരു അത്യാവശ്യം പൈസയുള്ള ഒരാൾ നമ്മുടെ ഫാമിലി മെമ്പർ ആണെങ്കിൽ, നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ വെക്കുമ്പോൾ നമ്മുടെ സമയത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അയാളുടെ സമയത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നമ്മളെക്കാൾ നമ്മൾ ആദ്യം നോക്കുക ആരുടെ സമയമാണ്, അദ്ദേഹത്തിന് സമയം ഉണ്ടാവുമെന്നാണ് നോക്കുക, അല്ലേ? എന്തുകൊണ്ടാണ് നോക്കിയേ? അയാൾ കുറച്ച് ഫിനാൻഷ്യലി സെറ്റ് ആണ്, അയാൾ കുറച്ച് സൊസൈറ്റിയിൽ നന്നായിട്ട് ലൈഫ് സ്റ്റൈൽ ഉള്ള ആളാണ്. അത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ സമയത്തും അവൈലബിൾ ആണ്. മറ്റുള്ളവരുടെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കും. നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്ന ലെവലിലേക്ക് മാറണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വ്യക്തമായ പ്രൊഫൈൽ ബിൽഡപ്പ് വേണം, വ്യക്തമായ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം, സൊസൈറ്റിയിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഈസി വേ ആണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ബിൽഡിംഗ് എന്നുള്ളത്. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ബിൽഡ് ആയിട്ട് നമ്മൾ എന്തായി, ഒരു സെലിബ്രിറ്റി മോഡിലേക്ക് മാറാൻ കഴിയും. ഇൻകം ജേൺ ചെയ്യാൻ പറ്റും, നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മൾ അറിയപ്പെടുന്ന ആളായി മാറാൻ പറ്റും. അതൊക്കെ ഇതിനകത്ത്. അപ്പോഴാണ് നമ്മുടെ സമയത്തിന്റെ വില, നമ്മുടെ സമയത്തിന് ഒരാൾ കാത്തു നിൽക്കുക, നമ്മളോട് ചോദിച്ചിട്ട് ഫങ്ഷൻസ് വെക്കുക, ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. ഓക്കെ. അപ്പം ഫ്രീ ടൈമിന് വെയിറ്റ് ചെയ്യാതെ ഒരു ഫിക്സഡ് ടൈം ഇട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഫ്രീ ടൈം നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇന്ന സമയത്ത് ഫ്രീ ആവണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ എല്ലാം കഴിഞ്ഞ് ഫ്രീ ടൈം ഉണ്ടാവുക എന്നുള്ളതല്ല. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷൻ എന്നത് ടെമ്പററി ആണ്, ഡിസിപ്ലിൻ ആണ് പെർമനന്റ്. മോട്ടിവേഷൻ ആ ഒരു സമയത്തേക്ക് മാത്രം കിട്ടുന്ന, അത് നമ്മളുടെ ബ്രെയിനകത്തോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടാണ് ടെക്നിക്കോടെ എനിക്ക് അറിയില്ല. മോട്ടിവേഷൻ കിട്ടുന്നത് ആ സമയത്ത് കിട്ടുന്ന ഒരു ഇത് മാത്രമാണ്. അതേ സമയത്ത് ഡിസിപ്ലിനിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അതിനാണ് റിസൾട്ട് ഉണ്ടാവുന്നത്.
അതിനാണ് ഫ്യൂച്ചറിലേക്ക് ലൈഫിലേക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി. ചെയ്ത കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ദിവസം ചെയ്താൽ, അതിപ്പം ഞായറാഴ്ചയാണോ ഇപ്പം നമ്മൾ പുസ്തകം വായിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങി വെച്ചു, സൺഡേ ഹോളിഡേ കൊണ്ട് അന്ന് ചെയ്യാതിരുന്നു, അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. അങ്ങനെ ഒരു ഹോളിഡേ എന്നുള്ള കൺസെപ്റ്റ് ഒന്നും അതിനകത്തില്ല. സ്ഥിരമായിട്ട് ചെയ്ത് പോവുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുക വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ മോട്ടിവേഷൻ എന്നുള്ളത് ടെമ്പററി ആണ്, അതിനുവേണ്ടി കാത്തിങ്ങനെ അപ്പുറത്തേക്ക് ചെയ്ത കാര്യങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തു പോകാൻ വേണ്ടി തീരുമാനിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഒത്തിരി വലിയ കാര്യങ്ങളിലേക്ക് പോകേണ്ട, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യുന്ന സമയം ഷാർപ്പാക്കുക, ദിവസവും ചെയ്യുന്ന രീതിയിലേക്ക് വരിക, അത് ചെയ്തു വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൈൻഡ് സെറ്റ് എളുപ്പമല്ല കേട്ടോ. നിങ്ങളിപ്പോ ഈ പറയുന്ന എൻ്റെ അടുത്ത് ഇപ്പം ഇത് കേൾക്കുന്ന പല ആളുകൾക്കും ഇതൊക്കെ കുറെ കേട്ടതാന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ മാറാൻ പറ്റും, എത്രയാണെങ്കിലും മാറാൻ പറ്റും. നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു വെച്ച് പോന്ന അതിൽ നിന്ന് മാറാൻ നമ്മൾ ബ്രെയിൻ സമ്മതിക്കില്ല, മൈൻഡ് സമ്മതിക്കില്ല. കാരണം അതിലെന്താണ്, അവിടെ ഒരു പാത്ത് ബ്രെയിനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഇടവഴി, പുല്ല് നിറഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ കുറെ ദിവസം നടക്കുമ്പോൾ ഒരു വഴി വെട്ടിയ പോലെ നമ്മളെ ബ്രെയിൻ അതിനകത്ത് ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ മണ്ണിട്ട് മൂടിയിട്ട് പുതിയൊരു വഴി ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ വഴി എന്ത് ചെയ്യണം, മണ്ണിട്ട് മൂടണം. എന്നിട്ട് ബ്രെയിനിനകത്ത് പുതിയൊരു പാത്ത് വെട്ടണം. എളുപ്പമല്ല. പുതിയൊരു പാത്ത് വെട്ടണമെങ്കിൽ ഒരു പുല്ല് നിറഞ്ഞ ഗ്രൗണ്ടിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് എത്ര മാസം നടന്നാലാണ് അവിടെ പുല്ലൊക്കെ പോയിട്ട് കറക്റ്റ് ഒരു വഴിയായിട്ട് ഇടവഴിയായിട്ട് മാറുക. അതേ പണി എവിടെ ഉണ്ട്, ബ്രെയിനകത്ത്. നമ്മൾ പുതിയൊരു സാധനം ചെയ്യുമ്പോൾ അതേ പണിയുണ്ട്. ബ്രെയിൻ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ചിന്തിച്ചാൽ മതി, മറ്റൊരാളുടെ പറമ്പിലൂടെ നടക്കുന്ന സമയത്ത് അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിൽ പുതിയൊരു പാത വെട്ടുക എന്ന് പറയുമ്പോൾ ബ്രെയിൻ അതിന് മാക്സിമം നമ്മൾ അടിച്ചിരുത്തും. വേണ്ട 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 എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ വേണ്ട, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് തന്നെ നമ്മളെങ്ങനെ കൊണ്ടുപോകും. ബ്രെയിൻ അതാണ് ചെയ്യുക. കാരണം ഓൾറെഡി സ്വാഭാവികമായിട്ട് അവിടെ നിന്നുണ്ട് ഒരു ഓട്ടോ സാധനം സെറ്റായി കിടക്കുന്നുണ്ട്, അതിലേക്കാണ് കൊണ്ടുപോവുക. ആ ഓട്ടോ സെറ്റ് ആയതിൽ നിന്ന് മാറി പുതിയൊരു സാധനം സെറ്റ് ആക്കും. ഒരു മെഷീൻ ആണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ, ഓട്ടോമാറ്റിക് സെറ്റ് വെച്ചാൽ ഓട്ടോമാറ്റിക്കിലേക്കാ പോവാ. പുതിയ ഒന്നിലേക്ക് പോകുമ്പോൾ അവിടെ മൊത്തം പ്രോഗ്രാമിംഗ് മാറ്റി കൊടുക്കണ്ടേ. ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതിലേക്കാണ് ആദ്യം നമ്മളെ കൊണ്ടുപോവുക. നമ്മളത് പോരാ എന്ന് കണ്ടു കഴിഞ്ഞാലോ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ സെറ്റ് ചെയ്ത് വെച്ചതിനെ ക്യാൻസൽ ചെയ്ത് പുതിയ എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ആ മെഷീൻ മാറുക. എന്ന പോലെ നമ്മുടെ ബ്രെയിനകത്ത് ഓൾറെഡി വർഷങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ ബ്രെയിൻ സമ്മതിക്കില്ല. കുറേ പ്രയാസങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ഇന്ന് വേണ്ട, നാളെ മതി, പോസ്റ്റ്പോൺ ചെയ്യാൻ നമ്മളോട് പറയും. പല തടസ്സങ്ങൾ തന്നുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ഒരു മൂഡില്ല എന്ന് പറയും. ഇങ്ങനെ നമ്മെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കും. കാരണം നമ്മുടെ ഗ്രോത്തിലേക്ക് അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രോത്തിലേക്ക് പോവുക. അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കണം. ബ്രെയിനോട് നമുക്ക് സെൽഫ് പറയാൻ പറ്റണം, എനിക്കിങ്ങനെ ഇരുന്നാൽ പോരാ, എന്റെ ചിന്തകൾ വേറെയാണ്. ആ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിക്കൊണ്ടുവന്ന് അതിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ വൈഡ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുക. അവിടെയാണ് നമ്മളൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുന്നതിന്റെ ഇമ്പോർട്ടന്റ്. അവിടെ എല്ലാവരും ആ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ, ഓരോരുത്തരും അവിടെ സക്സസ് കാണിക്കുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും മോട്ടീവ് വരും. ഞാനും എന്തുകൊണ്ടാണ് എന്റെ കഴിവുകളെ യൂസ് ചെയ്യാത്തുള്ള ചിന്ത നമുക്ക് വരും. ഞാൻ എന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ എനിക്ക് തന്നെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാതെ ഇനിയും എന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? സെൽഫായിട്ട് ചിന്തിക്കണം. നമ്മൾ കണക്റ്റഡ് അല്ലാത്ത, നമുക്ക് തന്നെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കുണ്ട്. നമുക്ക് സമയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ആവശ്യമില്ലാത്ത സമയം കൊടുത്തുകൊണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാതെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിങ്ങനെ മാറ്റും. നമ്മൾ ശീലിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് മാറ്റം. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം നമ്മൾ ശീലമാണ്, മാറുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഒക്കെ പോട്ടെ, നമ്മൾ സ്ഥിരമായിട്ടൊരു ജോലിക്കോ മറ്റോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ ഇപ്പം എല്ലാ ദിവസവും കുറെ വർക്കുകൾ ഉണ്ടാവും. ഒരു ദിവസം നമുക്ക് ഒരു വർക്കും ഇല്ല, ഭക്ഷണം പാചകം ചെയ്യാനില്ല, കാരണം ഭക്ഷണം വേറെ വിടുന്നൊക്കെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്താ ഫംഗ്ഷൻ ഉണ്ട്, വീട് ക്ലീൻ ചെയ്യാനില്ല, ക്ലീനിങ് ഒക്കെ എന്തായാലും നൈറ്റിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഫുള്ളായിട്ട് നമ്മൾ ഫ്രീ ആണ്. അപ്പൊ നമ്മൾ കരുതി ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം, എല്ലാം സെറ്റ് ആണല്ലോ, ഇന്ന് ഒരു 9 മണിക്ക് തന്നെ പോകണം, എന്നും സാധാരണ ഹറി വരെയായിട്ട് ഓടലാണ് എന്നൊക്കെ തീരുമാനിച്ചു. ആ ദിവസവും ഏറെക്കുറെ എന്നും എങ്ങനെയാണോ നമ്മൾ ഹരിവരായിട്ട് ഓടല് അതേപോലെ ആവാറുണ്ട്. സത്യമാണോ അല്ലയോ, റിലേറ്റബിൾ ആണോ, എസ്റ്റോർണോ, ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? എത്ര നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചാലും എത്ര തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാലും എന്താ സംഭവിക്കാറ്? ആ ദിവസം എന്ത് ചെയ്യും? കറക്റ്റ്, ഡെഫിനറ്റ്ലി സത്യം, നമ്മൾ ആ സമയത്തേക്ക് തന്നെ നമ്മൾ വരും. ഇതെന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞാണ് കറക്റ്റ്. നമ്മളെ ബ്രെയിനകത്ത് ആ ഒരു സാധനം സെറ്റാണ്. അത് എങ്ങനെങ്കിലും റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടേക്ക് എത്തും. ബ്രെയിൻ ആ ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ട്, അവിടുന്ന് മാറ്റം വരില്ല. മാറ്റണമെങ്കിൽ നമ്മൾ
മെനക്കെട്ടിരുന്ന് പണിയെടുത്താൽ മാത്രമേ അത് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു ടീമിന്റെ കൂടെ നിന്നിട്ട് അതിന്റെ കൂടെ തന്നെ പോസിറ്റീവായിട്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഗോൾ സെറ്റിങ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഫൈനലായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ഫൈനൽ റിലേറ്റഡ് ആയിട്ട് ക്ലിയർ ഗോൾ, അതായത് ഒരു വ്യക്തമായ ഒരു ഡയറക്ഷൻസ് നമ്മൾ ഫിക്സ് ചെയ്യണം. 2026 മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വെരി നിയർ, ഇന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയട്ടെ എന്നല്ല, ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്നലെ നാളെ തന്നെ ഇരുന്ന് സമയം കൊടുത്ത് ഒരു ക്ലിയർ ഡയറക്ഷൻസ് എഴുതി വെക്കണം. എന്റെ 2026 ഇന്ന പോലെ ആവണം, 26 ഡിസംബർ ആകുമ്പോഴേക്ക് ഞാൻ ഇന്നതാവണം എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഒരു എൻഡാണ്. ആ എൻഡിലേക്ക് എത്താൻ ജനുവരി മുതൽ മറ്റുള്ള 11 മാസവും എന്ത് ചെയ്താലാണ് എത്താൻ പറ്റുക, അത് അടുത്ത സ്റ്റേജാണ്. ഡെയിലി എന്തൊക്കെ ചെയ്യണം എന്നാലാണ് എനിക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ, അത് നമുക്ക് തീരുമാനിക്കണം. ഡെയിലി എന്തൊക്കെ ചെയ്താലാണ് എനിക്ക് അവിടെ എത്താൻ പറ്റുക. അപ്പോൾ ജനുവരിയിൽ ഞാൻ തീരുമാനിക്കുന്ന 100% എന്നുള്ള ഡിസംബറിലാണെങ്കിൽ ജനുവരിയിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട 20% ആണെങ്കിൽ ആ 20% കിട്ടണമെങ്കിൽ ഞാൻ ഓരോ ദിവസവും എന്ത് ചെയ്താലാണ് 20% എനിക്ക് ചെയ്യാൻ പറ്റുക. 12 പുസ്തകം വായിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു മാസം ഞാൻ ഒരു പുസ്തകം വായിക്കണം. ആ ഒരു പുസ്തകം വായിക്കണമെങ്കിൽ ഞാൻ ഒരു ദിവസം എത്ര പേജ് വായിക്കണം. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ഓരോന്നും ഒരു മാസം ഞാൻ 15 റീൽസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ 2 ദിവസം കൂടുമ്പോൾ ഒരു റീൽസ് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. അപ്പോൾ ഒരു മാസം വരുന്ന സമയത്ത് ഏകദേശം എത്ര റീൽസ് വരുന്നുള്ളത്. അപ്പോൾ 2026 ഡിസംബർ കഴിയുമ്പോഴേക്കും നമ്മൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കും. കാരണം എന്താ, ഒരു മാസം 15 റീൽസ് ആകുമ്പോൾ 2 മാസം 30 10 മാസം 150 റീൽസ് ആയി, 12 മാസം ആകുമ്പോൾ കയറുന്ന 180 റീൽസ് ആയി. ഒരൊറ്റ വർഷം കൊണ്ട് നമ്മൾ എന്താവും, സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ബ്രാൻഡ് ബിൽഡറായിട്ട് മാറിയിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് ഇത്രയും റീൽസും കാര്യങ്ങളും കയറി ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ അതൊരു തീരുമാനമാണ്. നമുക്ക് വേണമെങ്കിൽ ജനുവരി കേട്ട് ഫെബ്രുവരി കേട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. പക്ഷെ ജനുവരിയിൽ ആ 15 റീൽസ് ആണെങ്കിൽ ഇപ്പൊ പണി തുടങ്ങണം അവിടുന്ന് കറക്റ്റ് ആയിട്ട്. അതൊരു നമ്മുടെ ഡിജിറ്റൽ ലീഡർഷിപ്പിന്റെ ഒരു തീരുമാനമാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒരു പുസ്തകം എഴുതണം എന്ന് കഴിവുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെവിടുന്ന് തുടങ്ങണം, ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ആക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പുസ്തകം എഴുതാൻ കഴിവുള്ള ആൾക്ക് അത് ചെയ്യാൻ പറ്റും. അതേപോലെ കൺസിസ്റ്റൻസി, ഡെയിലി ആക്ഷൻ പോലെ തന്നെ കൺസിസ്റ്റൻസി എന്നുള്ളത് സക്സസിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് എല്ലാ കാര്യങ്ങളാണെങ്കിലും മോട്ടിവേഷന്റെ പുറകെ പോവാതെ നമ്മൾ ഒരു ഹാബിറ്റ്സിന്റെ പുറകെ പോയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് അത് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഗോൾ സെറ്റിംഗ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട. ഏകദേശം നമ്മുടെ സമയവും അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഈ പറയുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തുടക്കം മുതലേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 100% എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്, റിസൾട്ട് ഉണ്ടാവുന്ന യാതൊരു തർക്കവും. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയുന്നതിൽ തർക്കമില്ല. എല്ലാവരും അതിലേക്ക് വരിക എന്നുള്ളതാണ് വീണ്ടും എന്നും ഞാൻ പറയുന്നതാണ്, വീണ്ടും ഞാൻ പറയുന്നതാണ്. എല്ലാവരുടെ കയ്യിലും അവരുടേതായ നിശ്ചയുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, കഴിവുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻസി ഇല്ലാത്ത, ഡെയിലി ആക്ഷൻസ് ഇല്ലാത്ത പ്രശ്നമാണ് കൂടുതൽ ആളുകൾക്കുള്ളത്. ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം പല ആളുകൾക്കും ഉണ്ട്. ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം. കുഞ്ഞു സ്റ്റെപ്പ് വെച്ച് മുൻപോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ വന്നത്. ഇനി നിങ്ങളുടെ സെഷനാണ്. ഇന്നാരും മൈക്ക് തുറന്ന് സംസാരിച്ചിട്ടില്ല. എല്ലാവരും കുറഞ്ഞ വാക്കിലാണെങ്കിലും ഒന്ന് ഇന്നത്തെ സെഷനെ പറ്റി പറയാം. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് സംസാരിക്കാം. മൈക്കയും അതുപോലെ തന്നെ ഇതും വീഡിയോയും ഓൺ ചെയ്ത് പറഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നില്ല, ഓരോരുത്തരും വന്ന് സംസാരിച്ചു കുറഞ്ഞ വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് അവസാനിച്ച് എല്ലാവർക്കും എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, താങ്ക് യു. തുടങ്ങിക്കോളൂ. ആരാ പറയാ ആദ്യം? ഞാൻ പറയാം സർ. പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നു. 170% പാസ്സാണ്. ഇനി അതിന്റെ അസൈൻമെന്റ് ആണ് 20-ാം തീയതി. സാർ ഇപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങള്, അതായത് ഞാനെല്ലാം നോട്ട് ചെയ്ത് എഴുതിട്ടൊക്കെ ചെയ്തു. ഒരു ബിസിനസ്മാന് അല്ലെങ്കിൽ ഒരു യൂട്യൂബർക്ക് വേണ്ടിയിട്ടുള്ള സർവത്ര ഗൈഡിങ് പോയിന്റ്സ് ആണ് സാർ തന്നത്. അതൊന്നും തന്നെ അതില് വിടാനും ഇല്ല. അത് വിട്ടാൽ അവിടെ എവിടെയെങ്കിലും നെഗറ്റീവ് ആവുകയും ചെയ്യും. എനിക്ക് അങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ സാധിച്ചത്. തീർച്ചയായിട്ടും എന്റെ കാര്യത്തില് ആ പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് കുറച്ച് സമയം ചോദിക്കുകയാണ്. കാരണം വെച്ചാല് ഞാന് വീട് ഷിഫ്റ്റ് ചെയ്യണ കാര്യം സാറിനോട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിന്റെ വർക്ക് നടക്കുകയാണ്. ഞാൻ അവിടെ തന്നെയാണ് ഫുൾ ടൈം.
ഓക്കെ. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ മനഃപൂർവ്വം ഞാൻ സമയം മാറ്റി വെക്കുന്നില്ല, ഒന്നിനും സമയം മാറ്റി വെക്കുന്നില്ല. ഞാൻ വരുന്നതാ. ഇപ്പൊ എന്റെ ഗോൾ സെറ്റിംഗ് ഒരു നല്ല റെസിഡൻഷ്യൽ മേഖല ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മാറി മതി നിൽക്കുന്നത്. മതി, അതിൽ ഫോക്കസ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ അടുത്തേക്ക് പോയാൽ മതി. അതിലൊന്നിൽ ഫോക്കസ് ചെയ്ത് പോയാൽ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നും ഞാൻ അത് റിവൈസ് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പൊ റീഡിങ് ആണെങ്കിലും കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ എക്സർസൈസ് ആണെങ്കിലും അതൊക്കെ, അതായത് എന്നെ കൊണ്ടാവുന്നത്, ഈ റീൽസ് ഇടുന്ന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ ചെയ്യും. ഓക്കെ, ഗുഡ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു ശ്രീ മേഡം. നെക്സ്റ്റ്, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഓരോരുത്തരും എന്നും പേര് വിളിക്കേണ്ട അവസ്ഥയാണല്ലോ. ഇപ്പോഴും ആരും ലൈവിൽ വന്ന് പറയാന്നുള്ളത്. പറയൂ. ആരൊന്നും പറയാനില്ല. നമ്മൾ അടുത്ത ദിവസം മുതൽ ആരിച്ച് പറയാമെന്നാണോ? ഇല്ല, ഓക്കെ. അല്ല, പിന്നെ എന്താ പറയാ, പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്. ഇനിയിപ്പോ അത് ആക്ഷനാണ് കുറച്ച് കമ്മിയുള്ളത്. നമ്മള് എല്ലാ എന്താ പറയാ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമ്മള് പല സമയത്തും പല ഡെസിഷനും ഒക്കെ എടുക്കും. പക്ഷെ ഒന്നും കംപ്ലീറ്റ് പെർഫെക്ഷൻ ആവണില്ല എന്നുള്ളത്. അപ്പൊ അതിക്ക് ഫോക്കസ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് അതിന് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിർബന്ധമായിട്ടും. ഓക്കെ, ഓക്കെ. ദെൻ സാർ, ഇന്നത്തെ ക്ലാസ് നമുക്ക് കാര്യങ്ങൾ നമ്മളിലുള്ള ഡിഫോൾട്ടുകൾക്ക് മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ ക്ലാസ് എല്ലാം നല്ല പോയിന്റുകളൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു മാഡം. ഞാൻ ഇത് ഫീഡ്ബാക്ക് പറയാന്നുള്ളത് ഇതിന്റെ ക്ലാസ്സിന്റെ നല്ലത് പറയാനുള്ളത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയിക്കുന്നത് കേട്ടോ. മൈക്ക് തുറക്കുക, വീഡിയോയിൽ വരിക, കാര്യങ്ങൾ. അതായത് നാളെ ഇതുപോലെ വെബിനാറുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആയിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഇതേപോലെ വെബിനാറുകളിലേക്ക് വരണം. ഡിജിറ്റൽ ലീഡറിലേക്ക് വരുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഈസി വെബിനാറുകളാണ്. അതിലേക്കുള്ള പ്രാക്ടീസ് ആയിട്ട് ഇതിനെ കാണണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കുന്നത്. ഇപ്പൊ സാർ പറഞ്ഞ കുറെയൊക്കെ നമ്മുടെ ഉണ്ട്, പക്ഷെ നമുക്കത് ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഗോൾ ചെയ്ത് വരണം. തീർച്ചയായിട്ടും ഒന്നും പുതുതല്ല, ഇതെല്ലാവർക്കും എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇതൊരു ടീമിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ ആക്ഷൻ എടുക്കും. നമ്മൾ സെൽഫ് മോട്ടീവ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത്. സെൽഫ് മോട്ടീവ് ആവാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബാക്കോട്ട് പോകുന്നത്. അപ്പം സെൽഫ് മോട്ടീവ് ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ നിൽക്കുന്നത്. നമ്മൾ സെൽഫ് മോട്ടീവും അല്ല, പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങളിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അത് മാറി, അത് വലിയൊരു പ്രശ്നമാണ്. അതെ. അപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇത്രയും കഴിവുകളുണ്ട്. അത് നമ്മള് സ്വയം കണ്ടെത്തിയത് ഒരു വർഷമായിട്ടുള്ളൂ. അതുവരെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കണം, നമ്മളത് നേടാൻ പറ്റും, കഴിവുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇത്രയും കാലം എൻ്റെ ഒരു ഇഷ്ടത്തില് ഇങ്ങനെ ചെയ്തില്ല അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു, സാറിനെ പഠിപ്പിക്കുന്നതിന് മുമ്പേ ആണെങ്കിലും. പക്ഷെ എനിക്കിപ്പോ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പിന്നെ എനിക്കൊരു മൈൻഡിലേക്ക് വന്നൊരു കാര്യം, ഒരു ഇങ്ങനെ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ തന്നെ അങ്ങനെ എവിടെ നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം സാഹചര്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അത് മൈൻഡിലേക്ക് അങ്ങ് ഉറച്ചു. അത് എന്തായാലും അത് ചെയ്തേ പറ്റൂ എന്നുള്ളതൊരു പോയിന്റ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടൈം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ സാറിന്റെ ക്ലാസ് നിർത്തിയാണെങ്കിൽ പോലും ഇത് മസ്റ്റായിട്ട് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പർ ആവത്തില്ലെന്നുള്ള ആ ഒരു പ്രിന്റ് പോലെ മൈൻഡിലേക്ക് വന്നു. അതുകൊണ്ട് എന്തായാലും ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും അത്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഫീല്. ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. കറക്റ്റ് മാഡം പറഞ്ഞത് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ട അതന്നെ. മനസ്സിൽ അത് പതിഞ്ഞ്, മനസ്സിൽ നമ്മളെ മൈൻഡിൽ അത് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ഓട്ടോമാറ്റിക് അതിന് വേണ്ടി പണിയെടുത്തോളും. ഓക്കെ, അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ചെറുതല്ല. നമുക്ക് അത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് കയറുക എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് പണി തരിക എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ,
താങ്ക് യു മാഡം. then ഇനി ആരാ സംസാരിക്കുന്നേ? ആരുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞു. ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നില്ല. റുബിന മാഡം പറഞ്ഞോളൂ, മൈക്ക് ഓൺ ചെയ്ത് കണ്ടു. ഇല്ല സാർ, പിന്നെ ഇന്നത്തെ ക്ലാസ് ഒക്കെ നല്ലായിരുന്നു. ഓക്കെ, പിന്നെ പറയൂ. സാർ ഇതിൽ പറഞ്ഞ ഗോൾ സെറ്റിങ്ങിന്റെ ഇതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതുവരെ ഒരു എന്താ പറയാ ഒരു ലക്ഷ്യം ഇല്ലാതെയാണ് മുന്നോട്ടേക്ക് പോയത്. ഓക്കെ, ഇപ്പൊ ഇന്ന് മുതൽ ഇത് കേട്ടപ്പോ ഒരു ലക്ഷ്യം വേണമെന്നൊക്കെ തോന്നുന്നുണ്ട്. വെരി എന്റെ ഗുഡ്. കഴിവിന്റെ പരമാവധി ഇനി ഇത് എല്ലാ കാര്യത്തിനും ഒന്ന് മുന്നോട്ടേക്ക് നീങ്ങണം എന്നാണ് ഉള്ളത്. അപ്പൊ ഇനി ഓക്കെ, വെരി ഗുഡ്, വെരി എന്താ ഗുഡ്. ഇപ്പൊ തന്നെ ഞാൻ എന്റെ മൈക്ക് മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഓൺ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടില്ല. നിർബന്ധമായിട്ടും അതിലേക്കൊക്കെ ഇങ്ങനെ ഈ ക്ലാസ്സുകളിൽ പരിശീലനമാണ് നടക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതെ അതെ അതെ. നിർബന്ധമായിട്ടും. അപ്പൊ അതിന് അങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ എല്ലാ കാര്യത്തിനും ഞാൻ നന്നായിട്ട് ചെയ്യാം. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചെയ്തു തുടങ്ങിയാൽ മതി, ശരിയായിരിക്കും. ഓക്കെ, അതെ അതെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരും സംസാരിക്കുന്ന ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. പരമാവധി തീരെ സംസാരിക്കാതിരിക്കുന്ന ആളുകളൊക്കെ പ്രാക്ടീസ് ആയിട്ട്, സംസാരിക്കുന്നവർ എന്തും സംസാരിക്കുന്നുണ്ട്. സംസാരിക്കാത്ത ആളുകൾ, ഞാൻ ഈ നിർബന്ധിക്കുന്നത് തീരെ സംസാരിക്കാത്ത ആളുകളാണ് കേട്ടോ. ഞാൻ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഞാനിത് നിങ്ങൾ ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി പരസ്പരം എല്ലാവരും ബന്ധം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ നിർബന്ധിക്കുന്നത്. ആ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം നിർബന്ധമായിട്ടും. ഓക്കെ, അതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഫീഡ്ബാക്ക് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ആർക്കും അങ്ങനെ അതൊന്നും നല്ല കാര്യം. നിങ്ങൾ എന്തൊക്കെ കേട്ടു, ആ കേട്ടതിനെ പറ്റി മറ്റൊരു മീറ്റിങ്ങിലോ മറ്റൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഞാൻ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ, നമുക്ക് ആ മീറ്റിങ്ങിൽ ഒരു അഭിപ്രായം പറഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് പറയാനൊക്കെ നമുക്ക് തരുന്ന ഊർജ്ജം ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളാണ്. നിർബന്ധമായിട്ടും അത്തരത്തിലുള്ള അവസരങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ ഭയമുള്ള ആളുകൾ ഇതൊക്കെ യൂസ് ചെയ്യണം. സംസാരിക്കുന്നവരെന്നും സംസാരിക്കുന്നുണ്ട്, അതല്ല, പുതിയ ആളുകൾ സംസാരിക്കണം എന്നുള്ളതാണ്. ഇനി ആരും സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിക്കും. വളരെ സന്തോഷം, എല്ലാവരും അത് കേട്ടതിലും